സുഹൃത്തുക്കളെ, ഇത്രയും വിഭവസമൃദ്ധമായ ഒരു സദ്യക്ക് ശേഷം ഈ ചെവരിൽ നഖം കൊണ്ട് വരയ്ക്കുമ്പോൾ ഒരു എഫക്റ്റാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് അതൊരു വേറെ പ്രശ്നം. ഞാൻ ചെറിയൊരു കോൺവെർസേഷൻ ആയിട്ട് പറയണം. അപ്പോൾ എപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നു തോന്നുകയാണെങ്കിൽ കൈവക്കുകയാണെങ്കിൽ എപ്പോൾ വേണം സ്വിച്ചിനോട് നിർത്താം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. പറഞ്ഞ് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. പിന്നെ രണ്ടും ചെറിയ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇതൊരു സാഹിത്യ സഭയാണ്. അതിനകത്ത് പല രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടാവും. അതെല്ലാം ഞാൻ മാനിക്കുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഞാൻ പല കാര്യങ്ങളും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ടാണ് തോന്നുന്നത്. അത് പക്ഷേ പ്യൂർലി കോയിൻസിഡൻസ് ആണ്. ആ രാഷ്ട്രീയ പാർട്ടി ഭരണത്തിലിരിക്കുന്നതുകൊണ്ടാണ്. കാര്യം പത്രപ്രവർത്തനത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ഒരു പ്രധാന കർത്തവ്യം എന്ന് പറഞ്ഞാൽ പലരും മറക്കുന്നത് പ്രതിപക്ഷത്തെക്കാൾ പ്രതിപക്ഷമായിരിക്കണം പത്രപ്രവർത്തകർ അല്ലെ പത്രപ്രവർത്തനം എന്നൊരു ഈ പാർട്ടിയിലേക്ക് പോയി. ഇപ്പൊ അങ്ങനെയല്ല. സർക്കാരിനെ ബഹുമാനിക്കുന്ന ജോലിയാണ് പത്രങ്ങൾ ചെയ്യേണ്ടതെന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് പത്രപ്രവർത്തനം പഠിച്ചതായതുകൊണ്ട് നാച്ചുറലി ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് സംഭവിച്ചാണ്. അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു പാർട്ടിയെ മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ചിന്താഗതിയെ നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളെ ബഹുമാനിക്കാതിരിക്കാനോ അതിനെ ആക്ഷേപിക്കാനോ വേണ്ടി വരുന്ന കാര്യങ്ങളല്ല. അതുപോലെ ഇത് 2022 തയ്യാറാക്കിയ ഞാനൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടി ചെയ്ത ഒരു സാധനത്തിന്റെ ചില അതുകൊണ്ട് മുൻകൂട്ടി ഇതിലൂടെ ചെയ്തതല്ല. അപ്പം ചിലർക്കെല്ലാം നിങ്ങൾക്ക് പലർക്കും ഞാൻ പറയുന്ന പല കാര്യങ്ങളോടും യോജിപ്പുണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ അത് പ്യൂർലി കോയിൻസിഡൻസ് ആണ്. എല്ലാവരുടെ അഭിപ്രായങ്ങളും ഞാൻ പൂർണ്ണമായിട്ട് ബഹുമാനിക്കുന്നു. ഞാൻ തെറ്റെന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കൈവക്കി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഒരു കോൺവെർസേഷൻ ആയിട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പലപ്പോഴും ഒരു ന്യൂസ് റൂം എന്ന് പറയുന്നത് വാർത്താ മുറി എന്ന് പറയുന്ന സംഭവം നമ്മൾ എത്രയൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിലും എത്രയൊക്കെ നിയമങ്ങൾ നമ്മൾ ഗൈഡ് ലൈൻസ് ഉണ്ടായാലും ഓരോ ദിവസവും ഒരു പുതിയ ദിവസമാണ്. പ്രത്യേകിച്ച് ഒരു 6 മണി തൊട്ട് 9 മണി വരെ എല്ലാ വൈകുന്നേരങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഉള്ളവർക്കൊന്നും അറിയില്ല. നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു ഈ മോഹൻലാൽ എപ്പോഴും പറയും സംഭവിച്ചു പോകുന്നതാണ് അഭിനയിക്കുമ്പോൾ. അതുപോലെ ഇതിനകത്ത് പല കാര്യങ്ങളും സംഭവിച്ചു പോകുന്നത് നമുക്കറിയില്ല എങ്ങനെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഈ തലക്കെട്ട് കൊടുത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്റ്റോറി ഇന്ന രീതിയിൽ നമ്മൾ പ്ലേ ചെയ്തതെന്ന്. കാര്യം ഒരുപാട് അഭിപ്രായങ്ങൾ ഒരു ന്യൂസ് റൂമിൽ എന്ന് പറഞ്ഞാൽ ജനാധിപത്യം ഒട്ടുമില്ലാത്ത ഒരു ഇടമാണെങ്കിൽ പോലും ഒരുപാട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും അംഗീകരിക്കപ്പെടണമെന്നില്ല. അപ്പം നമ്മൾ അറിയാതെ പലരുടെയും അഭിപ്രായങ്ങൾ വരികയും, അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിങ്ങൾ എന്തെങ്കിലും പ്രകീർത്തിക്കാനായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം കഴിവല്ല, മറ്റുള്ളവരുടെയാണ്. അത് കുഴപ്പമുണ്ടെങ്കിലും എൻ്റെ കുഴപ്പമല്ല, മറ്റുള്ളവരുടെ കൂടെ കുഴപ്പമാണ്. അത് ആലോചിച്ചത് ഞാൻ എന്നെ തള്ളാൻ വേണ്ടി കാണിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം, ഞാനിവിടെ കാണിക്കുന്ന പല പേജുകളും ഞാൻ ജോലി ചെയ്ത സ്ഥാപനങ്ങളിലെ കാര്യങ്ങളാണ്. അപ്പോൾ കാര്യം ആ ന്യൂസ് റൂമിൽ അന്ന് വൈകുന്നേരം എന്താണ് സംഭവിച്ചതെന്ന് വളരെ കൃത്യമായി അറിയാവുന്ന പേജുകൾ മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അല്ലാതെ തന്നെ വിദേശത്തിലെ പത്രങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നത് ഇവരുടെ വന്നിട്ട് ഈ അവരുടെ പത്രത്തിനെ മാത്രം കാണിക്കുന്നതെന്നല്ല. കാര്യം എനിക്ക് പഠിച്ചതിൻ്റെ കാര്യം, ഞാൻ പത്രമായിട്ട് ബന്ധമില്ല, യാതൊരു ബന്ധമില്ല. ഞാൻ ഒരു പത്രത്തിലൂടെ ജോലി ചെയ്യുന്നില്ല. ഞാൻ ജോലി ചെയ്ത പത്രം ഇവിടെ പ്രസിദ്ധീകരിക്കുന്നില്ല. അവർക്ക് ഇവിടെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ചെയ്തത് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം. ഇങ്ങനെ കുറേ മുൻകൂർ ജാമ്യം എടുത്താണ് ഞാൻ ഇതിലോട്ട് പോകുന്നത്. പിന്നെ ഒരു ഗുണം, ഞാനിത് രാവിലെ 5 മണിക്ക് തിരുവനന്തപുരത്ത് തിരിച്ചാണ്. അതുകൊണ്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ലാപ്ടോപ്പ്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഏത് നിമിഷവും ചാർജ് അണയാം. അപ്പോൾ അത് ചാർജ് അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ നിർത്തി കഴിഞ്ഞൊക്കെ ബോറാകുകയാണെങ്കിൽ എളുപ്പം ചാർജ് പോകുന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇത് കാണാൻ പറ്റില്ലെങ്കിൽ അടുത്തത് നോക്കില്ല. നമുക്ക് അത്ര ഫോമലായിട്ട് നിൽക്കില്ല, വന്ന് നോക്കുകയും ചെയ്തു. ഇത് കാണാൻ ബുദ്ധിമുട്ടല്ലേ? കാണാൻ നോക്കിയാൽ ഈ ചിത്രം നിങ്ങൾ കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു സാഹിത്യത്തിന്റെ ഒരു ചിത്രമാണ്. മൈക്കിന്റെ ആവശ്യമുണ്ടോ? അല്ലെ കേൾക്കാൻ പറ്റുമോ? ഒരു സാഹിത്യത്തിന്റെ ചിത്രമാണ്. ഇദ്ദേഹം ആരാണെന്ന് എനിക്ക് ഈ ചിത്രം കാണുന്നവരെ അറിയില്ലായിരുന്നു. ഇപ്പോഴും ഇദ്ദേഹത്തെ കുറിച്ച് വലിയ വിവരം ചോദിക്കുന്നത് എനിക്ക് തീർച്ചയാണ്. ഇവിടെയുള്ള 99% പേർക്ക് ഇത് ആരാണെന്ന് അറിയില്ല. എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ അത് പറയാൻ ഉദ്ദേശം ഞാൻ വാക്കുകളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയാനാണ്. അപ്പോൾ
പറ്റില്ലല്ലേ? അത് ഇത് കാണണ്ടേ? ഒരു സായിപ്പ്, ഒരു സായിപ്പിന്റെ പ്രതിമയാണ്. ഇതിന്റെ പ്രത്യേകത, ഇദ്ദേഹം ഒരു 160 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രഭാഷണത്തിലെ മുഖ്യ പ്രഭാഷണമായിരുന്നു. അന്ന് അറിയപ്പെടുന്ന ഒരു ഓറേറ്റർ, അഴിക്കോട് സാറിനെ പോലെ ഏറ്റവും അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷണം, ഇദ്ദേഹത്തിന്റെ എഡ്വേർഡ് എവററ്റ് എന്നാണ്. അപ്പൊ ആ പ്രഭാഷണത്തിലെ മുഖ്യ പ്രഭാഷണത്തിൽ ഇദ്ദേഹം ഏകദേശം 2.25 മണിക്കൂറോളം സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സ്പീഡ് അനുസരിച്ച് ഏകദേശം 13,400 വേർഡ്സ് അദ്ദേഹം സംസാരിച്ചു. ഈ പ്രധാന മീറ്റിങ്ങില് 13,500 വേർഡ്സ് അദ്ദേഹം സംസാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം അദ്ദേഹം എന്ത് പറഞ്ഞാണെന്ന് എനിക്കറിയില്ല, നമുക്ക് ആർക്കും അറിയാൻ പറ്റിയില്ല. അത് ഏത് മീറ്റിംഗ് ആണെന്ന് അടുത്ത സ്ലൈഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്. അത് ആർക്കറിയാം. പുതിയൊരു സിസ്റ്റം അവരുടെ ഡേറ്റ് നവംബർ 19, 1863, സ്ഥലം ഗെറ്റിസ്ബർഗ്. നമുക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാക്കട്ടെ ഏത് സംഭാഷണമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏറ്റവും അറിയപ്പെടുന്ന, പക്ഷെ ആ ഗെറ്റിസ്ബർഗ് എബ്രഹാം ലിങ്കൺ ഡെമോക്രസിയുടെ നിർവചനം കൊടുത്ത അദ്ദേഹം എബ്രഹാം ലിങ്കൺ എന്ന ആ പ്രഭാഷണത്തിൽ എബ്രഹാം ലിങ്കൺ ആയിരുന്നില്ല മുഖ്യപ്രഭാഷകൻ. മുഖ്യപ്രഭാഷകൻ എഡ്വേർഡ് എവററ്റ് എന്ന് പറഞ്ഞ അദ്ദേഹം 13,500 വാക്കുകൾ സംസാരിച്ചെങ്കിലും നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ലോക അവസാനം വരെ ഡെമോക്രസി സർവൈവ് ചെയ്തില്ലെങ്കിൽ പോലും ഡെമോക്രസിയുടെ ഏറ്റവും മനോഹരമായ ഡെഫിനിഷൻ എബ്രഹാം ലിങ്കൺ ഇവിടെ വെച്ച് 265 വേർഡ്സ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ച 265 വേർഡ്സ് അദ്ദേഹം ട്രെയിനിലിരുന്ന് ടിക്കറ്റിന്റെ പിറകെ എഴുതിയ സ്പീച്ചാണ് നമ്മൾ പറഞ്ഞ ഡെമോക്രസി, ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ഉദ്ദേശിച്ചത് നമ്മുടെ വാക്കുകളുടെ എണ്ണമല്ല, എന്താണ് പറയുന്നത് എന്നുള്ള. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പത്രത്തിന്റെ ഏറ്റവും കുറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തലക്കെട്ട് കൊടുക്കുന്ന സ്ഥലം. തലക്കെട്ടിന് താഴെ നമുക്ക് ഇഷ്ടംപോലെ പറയാൻ സ്ഥലമുണ്ട്. ഇപ്പൊ വയസ്സ് ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ പറയാനില്ലെങ്കിലും തലക്കെട്ടിനൊക്കെ കൂടുതലുണ്ട്. പക്ഷെ ഒരു പത്രത്തിൽ നമ്മുടെ സാധാരണ ന്യൂസ് റൂം, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയും പത്രത്തിന്റെ, നമ്മുടെ നമുക്ക് സ്ഥലത്തിന്റെ ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ പേജ് പ്ലാൻ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ആണ്. ആ പേജിൽ ഏറ്റവും കുറച്ച് സ്ഥലമുള്ളത് തലക്കെട്ടാണ്. പക്ഷെ ഈ ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്ന എബ്രഹാം ലിങ്കനാണ്, എഡ്വേർഡ് എവററ്റിനല്ല. എന്താ എത്ര വാക്കുകൾ ചുരുക്കി സംസാരിച്ചാലും ചില കാര്യങ്ങൾ നമ്മളൊന്നും മറക്കില്ല എന്നുള്ളതുണ്ട്. ഇപ്പൊ ഞാൻ പത്രപ്രവർത്തനത്തിന് ഞാൻ പത്രപ്രവർത്തനത്തിൽ 1990-ലാണ്, 1990. അത് കഴിഞ്ഞ് അന്ന് എനിക്ക് തലക്കെട്ടിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലായിരുന്നു. പഠിക്കുന്ന ട്രെയിനിയാണ്. സോറി, ഞാൻ ഇതിപ്പോ കാണേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ കാണേണ്ട വിഷയമുള്ളപ്പോൾ ഞാൻ തമിഴ് കാണിക്കും. കുഴപ്പമില്ല, അത് ചെയ്യാം. ഇതിപ്പോ വെറുതെ പറയുന്നതാണ് ഈ കാര്യങ്ങൾ. ആ മനുഷ്യന്റെ മുഖം കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അത് എബ്രഹാം ലിങ്കന്റെ ഫോട്ടോ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം. ഗെറ്റിസ്ബർഗ് അഡ്രസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ എവററ്റ് 13,500 വേർഡ്സ് സംസാരിച്ചു. അങ്ങനെ മെയിൻ ഓറേറ്റർ. പക്ഷെ നമ്മളിന്ന് ആരും ഓർക്കുന്നില്ല. ആ സമയം ലിങ്കൺ 265 വേർഡ്സിനാണ് ഡെമോക്രസിയിലെ ഏറ്റവും ഡെമോക്രസി സർവൈവ് ചെയ്തെങ്കിൽ പോലും സർവൈവ് ചെയ്യുന്ന ഡെഫിഷൻ അവിടെ കൊടുത്തപ്പോൾ നമ്മൾ വാക്കുകൾ ചുരുക്കം. അതുപോലെ ഒരു പത്രത്തില് ഏറ്റവും കുറച്ച് വാക്കുകൾ ഉപയോഗിക്കുന്ന സ്പേസ് ഈ ഹെഡ്ലൈൻ സ്പേസ് തന്നെയാണ്. പോക്കറ്റ് കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ പോലും കുറച്ച് 26, 20, 30 വേർഡ്സ് ഉപയോഗിക്കുന്നില്ല. ഒരു ഹെഡ്ലൈൻ പക്ഷെ നമുക്ക് തരില്ല, അതിലും കുറവ് വേർഡ്സ്. അത് ഏറ്റവും കുറച്ച് സ്പേസുള്ള സ്ഥലമാണ്. അപ്പൊ തലക്കെട്ട് ശക്തിയെ കുറിച്ച് പറയണമെങ്കിൽ ഇപ്പൊ ഞാൻ 1990-ലാണ് ജേർണലിസം ഞാൻ തിരുവനന്തപുരത്തൊരു സായന പത്രം, മേനാട് പത്രിക എന്ന പത്രത്തിൽ ജോലി ചെയ്തു. അതിനുശേഷം ഡൽഹിയിൽ പോയിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു, എക്കണോമിക് ടൈംസ്, ഇന്ത്യ ടുഡേ, ബിസിനസ് ടൈംസ്, പിന്നെ ടെലിഗ്രാഫിൽ അങ്ങനെയാണ് വരുന്നത്. ഈ സമയത്ത് അതിന് അവധിയൊക്കെ കിട്ടുന്ന വലിയ ബുദ്ധിമുട്ട്. 1994 4 വർഷം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം രാവിലെ മലയാള മനോരമ പത്രത്തിൽ ഒരു തലക്കെട്ട് ഞാൻ കണ്ടു. അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ തലക്കെട്ട് എന്ത് തലക്കെട്ടാണ്? അതിനകത്ത് തലക്കെട്ടുകളുടെ എല്ലാ നിയമങ്ങളെയും ബ്രേക്ക് ചെയ്യുന്നുണ്ടോ തലക്കെട്ടാണ്. അതിനെ വളരെ ആകർഷിച്ചു. അത് വെച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. നേരത്തെ പറഞ്ഞ 2028 ഒരു യൂണിവേഴ്സിറ്റിയിൽ എന്നെ ഹെഡ്ലൈൻസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോഴാണ്. ഇപ്പൊ എത്ര 1994 ഏകദേശം 30 വർഷത്തിന് ശേഷം, 28 വർഷത്തിന് ശേഷം എന്നെ ഒരു ഹെഡ്ലൈൻ എന്നെ കുറിച്ച് സംസാരിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് മലയാള മനോരമ ആ ഹെഡ്ലൈനാണ്. അപ്പൊ ഞാൻ അന്ന് മാമനാഥിനോട് എഴുതുക, എനിക്ക് പരിചയമൊന്നുമില്ല. അപ്പം അവരുടെ അദ്ദേഹത്തിന്റെ ഇമെയിൽ കണ്ടുപിടിച്ച് ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തലക്കെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രിന്റ് എനിക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ.
അപ്പോൾ സാധാരണ മരണം അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു പേരില്ലാത്ത ആളിലൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്തുകൊണ്ടും അദ്ദേഹം റെസ്പോണ്ട് ചെയ്ത് അവർ ലൈബ്രറിയിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് അയച്ചത്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് തന്നെ ആ തലക്കെട്ട് കാണിക്കും. അത് അന്ന് ഇപ്പോഴും ഈ തലക്കെട്ടുകളൊക്കെ ഒരിക്കലും മാറുന്നില്ല, ഇപ്പോഴും ഉപയോഗിക്കാവുന്ന. അന്ന് 94 ഇടതുപക്ഷം മുസ്ലിം ലീഗിന്റെ സുലൈമാൻ സെന്ററിന്റെ ഇന്റർനാഷണൽ ലീഗുമായിട്ട് ചില ചർച്ചകളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മനോരമ ആ സ്റ്റോറി തെറ്റായിരുന്നു, വേറൊന്നും സംഭവിച്ചില്ല. മനോരമയുടെ സ്റ്റോറി ഇത് INL ഉദ്ദേശിച്ചല്ല ഇവർ ചർച്ച ചെയ്യുന്നത് മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പാർട്ടിക്കകത്ത് CPM-നകത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. ഇപ്പോഴും സ്ഥലത്ത് കൊണ്ടുവരണം ലീഗിനെ വേണ്ട എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഹെഡ്ലൈനാണ്. അപ്പോൾ ഈ ഹെഡ്ലൈൻ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞ തലക്കെട്ടുകളിലെ എല്ലാ നിയമങ്ങളെയും ഈ ഹെഡ്ലൈൻ ബ്രേക്ക് ചെയ്ത് പറഞ്ഞാൽ, സാധാരണ ഒരു തലക്കെട്ട് കാണുമ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഇന്ന് ആന്ധ്രാപ്രദേശിൽ ഒരു ക്ഷേത്രത്തിൽ സ്റ്റാമ്പീഡ് ഉണ്ടായി, ഇത്ര പേര് മരിച്ചു, എവിടെ നടന്നു, എന്ത് സംഭവിച്ചു, മരിച്ചാൽ എണ്ണ, വാട്ട്, വൈ, വെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ സ്ഥലം, ജോഗ്രഫി എവിടെ സംഭവിച്ചു. ഈ തലക്കെട്ട് നിങ്ങൾ പോകുമ്പോൾ ഇതിനകത്ത് ലീഗ് എന്നൊരു വാക്ക് ഉച്ചരിക്കുന്നില്ല, ഇത് എവിടെ നടക്കുന്നു എന്ന് പറയുന്നില്ല, എന്താണ് സംഭവിക്കുന്നത്, ഇതിനകത്തുള്ള ആരുടെയും പേര് പറയാത്ത ഒരു തലക്കെട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ടൈമിനെയും സ്പേസിനെയും അതിജീവിക്കുന്ന ഒരു ഹെഡ്ലൈൻ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റാണോ അങ്ങനെ പറയാമായിരുന്നു. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഉദ്ദേശിക്കുന്നത് എവിടെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു, ആർക്ക് സംഭവിച്ചു. ഇതിനകത്ത് നമ്മൾ പറയുന്നത് പ്രോനൗൺസ് ഒന്നുമില്ല. അതായത് പേരുകൾ, കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ സുലൈമാൻ സേഠ് എന്നോ അച്യുതാനന്ദോ നായനാരെന്നോ ഇങ്ങനത്തെ പ്രോനൗൺസും ഇല്ല, ആരുടെയും പേരില്ല, ഏത് സ്ഥലത്താണ് സംഭവിക്കുന്നതെന്നില്ല, ഏത് രാഷ്ട്രീയമാണെന്നൊന്നും പറയുന്നില്ല. അങ്ങനത്തെ ഒരു ഹെഡ്ലൈൻ. പക്ഷെ ഇപ്പൊ വായിക്കുന്നവർക്ക് ഞാനിപ്പോ സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മനസ്സിലായി. പക്ഷെ അന്ന് നിങ്ങൾ എന്ന് പത്രം എന്നൊന്ന് കൂടെ പത്രം വായിക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ തലക്കെട്ട് കണ്ടാൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഇത് ഞാൻ ആദ്യമായിട്ട് മലയാള മനോരമ, ഞാൻ മാതൃഭൂമിയും ഇവിടുത്തെ ഒരുപാട് പേര് സാറുണ്ട് മാതൃഭൂമിയെ കുറിച്ച് പറയാത്ത, മാതൃഭൂമി എനിക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ട പത്രം തന്നെയാണ്. പക്ഷേ ഇത് സത്യം, ഇത് മനോരമ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ വെച്ചോളൂ. CPM ലീഗിനെ പിടിച്ചിറക്കാൻ ശ്രമിക്കുന്നു, അതിനുവേണ്ടി ലീഗിൽ പെട്ടെന്ന് ലീഗിനെ സപ്പോർട്ട് ചില സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കുന്നു, അങ്ങനെയുള്ള. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ യാതൊരു എന്താ പറയണ്ടേ ഇൻഫർമേഷനകത്ത് നമ്മൾ ഇന്ത്യയിൽ ഈ വരികളൊന്നും അതിനകത്തില്ല. ആ ഒരു അതാണ് ഇതാണ് പന്തലൊരുങ്ങുന്നത് നിക്കാഹിന് തന്നെ. വേറെ ലീഗില്ല, ഹെഡ്ലൈനാണ് ഞാൻ വായിക്കാം. പന്തലൊരുങ്ങുന്നത് നിക്കാഹിന് തന്നെ. ഇന്നിപ്പോ പറയുമ്പോ ഇതിനകത്തിപ്പോ ഇസ്ലാമോഫോബിയ ഉണ്ടെന്ന് പറയും, നിക്കാഹ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാത്തിനും അതിതീവ്രമായ രീതിയിൽ അളക്കാൻ ശ്രമിക്കും. അങ്ങനെ പാടില്ലാന്നാണ് ഇതിനകത്ത് ഞാൻ ശ്രമം കാണുന്നില്ല. അപ്പൊ ഇത് കണ്ട ശേഷം എന്റെ മനസ്സിൽ ഇത് എവിടെ കിടന്ന് 94 ഇത് കണ്ടിട്ട് 22 തലക്കെട്ടുകളെ കുറിച്ച് പറഞ്ഞ് ഞാൻ ആദ്യം ഓർത്തത് ഈ ഹെഡ്ലൈനാണ്. അത് മാത്രമല്ല, എന്നെ ഞെട്ടിച്ചുകൊണ്ട് അന്ന് പേര് പത്രം വായിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല, ഇത് എഴുതിയത് PR രവിദാക്ഷൻ ചേർപ്പിൽ ഉള്ളതാണ്. എൻ്റെ ഗുരുനാഥനായിരുന്നു പ്രസ് ക്ലബില്, എൻ്റെ അമ്മയുടെ സഹോദരനും കൂടെ കസിൻ ആണ്. ഇതൊന്നും അന്ന് എനിക്കറിയാം. ഇതെല്ലാം കിട്ടിയ ശേഷമാണ് അരവിന്ദേട്ടനാണ്, ഞാൻ കേട്ടെന്നാണ് വിളിക്കുന്നത്. മരുന്നിൽ മരിച്ചുപോയി 2 വർഷം മുമ്പ് ചേർപ്പിൽ. അപ്പൊ അങ്ങനെ ഒരു എനിക്ക് പറയുന്നത് ഞാനത് അപ്പോൾ അരവിന്ദേട്ടൻ്റെ പേരിൽ കോഴിക്കോട് പ്രസ് ക്ലബ് അദ്ദേഹത്തിന്റെ ഫാമിലി ആദ്യത്തെ ചരമവാർഷികത്തിന് കോഴിക്കോട് ഒരു അവാർഡ് മാതൃഭൂമിയിലെ ഒരു ജേർണലിസ്റ്റാണ് ഫസ്റ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ അന്ന് അവരെ അദ്ദേഹത്തിന് അനുസ്മരണ പ്രഭാഷണം ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഞാനിവിടെ വന്നത് ഈ ഒരു ഗുരുദക്ഷിണ കൊടുക്കാൻ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് അരവിന്ദനോട് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം അദ്ദേഹത്തിന് ഓർമ്മയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു കാണുമ്പോൾ ഈ തലക്കെട്ടിനെ കുറിച്ച്. അപ്പം ഇതാണ് ഈ ഒരു മലയാള മനോരമ വന്ന ഒരു അത്ര വലിയ ഹെഡ്ലൈനൊന്നുമല്ല. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ എബ്രഹാം ലിങ്കന്റെ ആ വാക്ക് ഇത്ര ചുരുങ്ങിയ വാക്കുകൾ, ഈ പറഞ്ഞ ടൈമും സ്പേസ് എപ്പോഴും സംഭവിച്ചെന്ന് പറയുന്നില്ല, എവിടെ സംഭവിച്ചെന്ന് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പന്തലുള്ളത് നിക്കാഹിൻ തന്നെ എന്നാണ്. അപ്പൊ ഈ അക്കാലത്ത് 90കളിലും ഞാൻ എൻ്റെ ഇത് 90കളിലേക്ക് മാത്രം തിരിക്കുകയാണ്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് 90 തൊട്ടേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ 90കളില് വേർഡ് പ്ലേ എന്നത് ഇപ്പോഴും പത്രങ്ങൾ ചെയ്യുന്നത് വാക്ചാതുര്യം കാണിക്കുക എന്നുള്ള ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അധികം രാഷ്ട്രീയമൊന്നുമില്ല, വാക്ചാതുര്യം കാണിക്കുക എന്നുള്ള ഒരു ഇത്. അത് എനിക്കുള്ള ഞാൻ എഡിറ്ററായിട്ട് നേരിട്ട ഏറ്റവും വലിയ വിമർശനം
ഞാൻ മമതാ ബാനർജി ആയിരുന്നു അന്ന് ചീഫ് മിനിസ്റ്റർ, ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ. മമതാ ബാനർജി ഞാൻ വിമർശിക്കുന്നില്ല എന്ന് പതിവായിട്ട് പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഒരു സാരി വെച്ചൊരു ഒരാൾ മുഖം മറക്കുന്നത്. ഇത് സംഭവിച്ചത് കൽക്കട്ടയിൽ സോൾട്ട് ലേക്ക് എന്ന് പറഞ്ഞൊരു കോർപ്പറേഷൻ, ഒരു കൽക്കട്ടയുടെ തൊട്ടടുത്ത സിറ്റിയാണ് സോൾട്ട് ലേക്ക്. അവിടെ തെരഞ്ഞെടുപ്പ് മമത മുഖ്യമന്ത്രിയായ ശേഷം ഇവിടെ അടുത്ത മാസം നടക്കുന്ന തദ്ദേശ ഭരണ ഇലക്ഷൻ നടന്നപ്പോൾ ഈ തൃണമൂൽ മമതയുടെ പാർട്ടിക്കാര് ബൂത്ത് മുഴുവൻ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ പറ്റില്ല. കാരണം സോൾട്ട് ലേക്ക് എന്ന് പറഞ്ഞാൽ കൽക്കട്ടയിൽ തൊട്ടടുത്ത സിറ്റിയാണ്. കൽക്കട്ടയുടെ അവിടെ ജ്യോതിബാസു താമസിച്ചിരുന്ന സോൾട്ട് ലേക്കിലാണ്. അപ്പൊ ഇങ്ങനെ അപ്പം ഞങ്ങളൊരു ഫോട്ടോഗ്രാഫർ വന്ന് വൈകുന്നേരം ഒരു സ്ത്രീ പലതവണ ഒരു വനിത ഒരു ബൂത്തിൽ പോയി വീട്ടിൽ കൊണ്ട് വോട്ട് ചെയ്തു. അപ്പൊ ഇദ്ദേഹം ഫോട്ടോ എടുത്തു, വീട്ടിൽ കൊണ്ട് വനിത വോട്ട് ചെയ്തു. അപ്പോ അദ്ദേഹം ഫോട്ടോ എടുത്ത് കണ്ടപ്പോൾ അപ്പൊ ഇവരുടെ മുഖം നമ്മുടെ ഫോട്ടോ എടുത്തോണ്ട് ഫോട്ടോ ഇവർ പെട്ടെന്ന് സാരി വെച്ച് തല മറച്ചു. പക്ഷെ എൻ്റെ ഒരു കൊളീഗ് ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ മമത അവിടെ പോയിരുന്നു എന്ന് ചോദിച്ചവര്. അപ്പോൾ ഞാൻ പറഞ്ഞു മമത അവിടെ പോയി അല്ല, മമതയെ പോലെ ഒരു സ്ത്രീ. അപ്പോൾ ഈ ഐഡിയ നമുക്ക് വന്നാൽ നമ്മുടെ മമതയായിട്ട് സ്ത്രീക്ക് ഒരു ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം ഇട്ട ശേഷം ഇത് മമതയുടെ ചിത്രമല്ല. നമ്മുടെ ക്യാപ്ഷനിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു മമതയല്ല. പക്ഷെ ഈ തലക്കെട്ട് ഇവര് നമുക്ക് ചേച്ചിയെ വിളിക്കാമല്ലോ, ഒളിക്കോ ചേച്ചി മുഖം ഒളിപ്പിക്കും, ലജ്ജ കൊണ്ട് നിങ്ങൾ മുഖം ഒളിപ്പിക്കാറ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു മനസ്സിലായി. അപ്പൊ അങ്ങനെ ഹൈഡ് ദീദി ഹൈഡ് എന്ന് പറഞ്ഞ് അത് അപ്പൊ മമത കേസ് കൊടുക്കാൻ പോലെ നമ്മൾ മമതയാണ് ദീദി എന്ന് പറഞ്ഞാൽ അവര് മമത നമ്മൾ ദീദി എന്നാണ് വിളിക്കുന്നെങ്കിൽ ആരെ വേണമെങ്കിലും വിളിക്കാമല്ലോ ചേച്ചി എന്നുള്ളത്. അപ്പൊ മമത അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ 125 സീറ്റുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കോർപ്പറേഷനിൽ. അത് 114 തൃണമൂൽ ജയിച്ചു. അപ്പൊ ഇതുകൊണ്ട് അപ്പം ഇത് എനിക്ക് ഇത് മമതയെ കൊണ്ടുവന്നുള്ള മമതയെ അല്ലെങ്കിൽ കേസ് കൊടുക്കും. ഇപ്പോഴുള്ള പ്രശ്നമല്ല. എല്ലാ ഇവിടെ ഇന്ന് മലയാളം കേരളത്തില് ഒരു ചാനൽ 150 കോടി രൂപയ്ക്ക് ഒരു ചാനൽ അല്ല ഒരു വേറൊരു പാർട്ടി 100 കോടി നമുക്ക് ഈ പൈസ എടുത്ത് കൊടുത്തു. അപ്പൊ ഇത് ഈ നമ്മളെ കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വെച്ചാൽ. പക്ഷേ ഈ 120 സീറ്റില് 114 കിട്ടിയപ്പോൾ അവിടുത്തെ അവിടുത്തെ മനോരമ പത്രം അനന്തരവസ പത്രിക അതിഗംഭീരമായിട്ടുള്ള ഹെഡ്ലൈൻ ബംഗാളിയിൽ അവര് പറഞ്ഞു ചേച്ചി ഇത്രയൊക്കെ ചെയ്തിട്ടും 114 കിട്ടിയുള്ളൂ. ഏതോ ഒരു ചോദ്യം ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് 114 കിട്ടിയുള്ളൂ. വാക്കുകളുടെ ശക്തി. അപ്പൊ ഇതിനൊന്നും അത് കേസ് കൊടുക്കുമല്ലോ. കാര്യം പറഞ്ഞ സത്യമല്ലേ ഇത് ഇങ്ങനെയുള്ളൊരു ഞാനിത് പറഞ്ഞ വാക്കുകളുടെ പലപ്പോഴും ഇത് വാക്കും ഇമേജും കൂടെ. കാരണം നമുക്കല്ലേ മമത ഡയറക്റ്റായിട്ട് ക്രിറ്റിസൈസ് ചെയ്ത പ്രശ്നം അതുപോലെ ഞാൻ ചീഫ് മിനിസ്റ്ററാണ് ഒരു സിറ്റി കളക്ഷൻ നിങ്ങൾക്ക് എങ്ങനെ ബ്ലെയിം ചെയ്യാം. പക്ഷെ നമ്മൾ പറയുന്നത് നിങ്ങളുടെ മുഖം ഒഴിക്കും. പക്ഷെ അവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പക്ഷെ എല്ലാവർക്കും അർത്ഥം മനസ്സിലായി എന്നുള്ളത്. അതറിയില്ല. ഇത് പത്രക്കാര് ചുമ്മാ പറയുന്നതാണ്. ഈ രാഷ്ട്രീയക്കാര് ഞാൻ പറയും എനിക്ക് രാഷ്ട്രീയക്കാർക്ക് വലിയ ബഹുമാനമാണ്. ആരും ഇതിനെക്കുറിച്ച് ഒന്നും പരിപാടി പറയാനില്ല. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ കോർപ്പറേറ്റ് മേഖലയിലാണ്. അവരുടെ അത് നേടിയില്ല. അവരുടെ PR ഏജൻസിയുടെ ദിവസം മുഴുവൻ വിളിച്ച് നമ്മുടെ ക്ഷമ നശിച്ച് സമയം കളഞ്ഞ് വരട്ടുക. ഒരു ഒന്നോ രണ്ട് രാഷ്ട്രീയ നേതാക്കൾ എന്നെ വിളിച്ച് തെറി വിളിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. കുറേ പേര് തെറി വിളിച്ചു. എനിക്ക് പ്രശ്നമല്ല. സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദി അടക്കം ഞാൻ പറയാം. നരേന്ദ്രമോദി അമിത്ഷാ നമ്മൾ എല്ലാവരും എന്തെങ്കിലും പറയുകയാണെങ്കിൽ നരേന്ദ്രമോദിയെ പേടിച്ചാണ് ഇടത്. എൻ്റെ ന്യൂസ് ജീവിതത്തിൽ ഇവരാരും ഇടപെട്ടായിട്ട് എനിക്ക് യാതൊരു തെളിവില്ല. ആരും പരാതി പറഞ്ഞിട്ടില്ല. ഇത് വെറുതെ പറയുന്നതാണ്. നമ്മുടെ പത്രമുതലാളികൾ ചില പത്രക്കാർ ചില എഡിറ്റേഴ്സും പത്രമുതലാളികളും കൂടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി രാഷ്ട്രീയക്കാരെ ഇടപെടും. ചില ഔദ്യോഗിക പരസ്യങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടാവുമോ? ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഔദ്യോഗിക പരസ്യങ്ങൾ സാധാരണ രീതിയിൽ ചെറുകിട പത്രത്തിന് ഔദ്യോഗിക പരസ്യങ്ങളുടെ നിലനിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മലയാള മനോരമയോ മാതൃഭൂമിയോ ടൈംസ് ഓഫ് ഇന്ത്യയോ ടെലിഗ്രാഫോ ഹിന്ദുസ്ഥാൻ ടൈംസോ ഇന്ത്യൻ എക്സ്പ്രസ് പരസ്യം അവരെടുക്കാറില്ല, അങ്ങനെ കിട്ടാറില്ല. അവർക്ക് ഈ സർക്കാരിൻ്റെ പൈസ ആവശ്യമില്ല എന്ന് മാത്രമല്ല പലപ്പോഴും നഷ്ടമാണ്. കാര്യം ഒരു സർക്കാരിന് ഫുൾ പേജ് പരസ്യം കൊടുക്കുകയാണെങ്കിൽ അതേസമയം പ്രൈവറ്റ് കമ്പനിയും കൂടെ കൊടുക്കുകയാണെങ്കിൽ സർക്കാരിനൊരു ഫിക്സഡ് റേറ്റ് ഉണ്ട്. അതേസമയം പ്രൈവറ്റിനാണ് നമുക്ക് ബാർഗെയിൻ ചെയ്യാം. ഒരു ഫുൾ പേജ് പരസ്യത്തിന് 6 ടൈംസിന് ചിലപ്പോൾ 8 ലക്ഷം രൂപയൊക്കെ വാങ്ങിക്കുന്നത് സർക്കാരിൽ 2.5 ലക്ഷം രൂപ കൊടുക്കും. അപ്പോൾ ആലോചിച്ച് എത്ര വ്യത്യാസം. അപ്പോൾ നഷ്ടമാണ്. പക്ഷെ പ്രശ്നം വരുന്നത് സർക്കാരുകൾ ചിലപ്പോൾ കോർപ്പറേറ്റുകളെ വിളിച്ച് പറയും നിങ്ങൾക്ക് കൊടുക്കരുത്. അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ഇടദോഷമായിട്ടുള്ള വിരോധം അവിടെയാണ്. നമ്മൾ കഴിയുന്നത്ര വ്യവസായം ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. കാര്യം ഇപ്പോൾ ഇവിടെ ഒരു അംബാനിയും അദാനിയും 2-3 പേരല്ലേ ഉള്ളൂ. രവി പിള്ളയോ ഒരു
യൂസഫലിയും അവരെ വിളിച്ച് അവർ 4-5 പേരുണ്ടെങ്കിൽ ഒരു സർക്കാരിനെ വിളിച്ച് പറയാൻ എളുപ്പമാണ്. പക്ഷേ 1000 വ്യവസായികളുണ്ടെങ്കിലോ അപ്പോൾ ഡെമോക്രറ്റൈസ് ചെയ്യുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ബിസിനസ്സും എല്ലാം നമ്മൾ ഡെമോക്രറ്റൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആരുടെയും കീഴിൽ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ അമിത ലാഭവും 21% പത്രങ്ങൾ ലാഭം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് 5%, 3% ഒക്കെ ആകുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്. അതുപോലും കിട്ടാനില്ല. ഇപ്പോൾ പത്രങ്ങളെല്ലാം വളരെ പ്രതിസന്ധിയിലാണ്. അത് വേറെ മറ്റേ കാര്യങ്ങളുണ്ട്. ഇനി മോഡൽ ഇതിനുശേഷം 2014 പ്രധാനമന്ത്രി മോദി അധികാരത്തിൽ വന്നത് അദ്ദേഹത്തിൽ ഒരു പ്ലാങ്ക് ഡെവലപ്മെന്റ് പ്ലാങ്ക് ആയിരുന്നു മെയിൻ ഫാക്ടർ. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത് കറപ്ഷനെതിരെ അന്ന ഹസാരെ അവരുടെ കറപ്ഷനെതിരെ. പക്ഷെ 2015 ആദ്യമായിട്ട് മോദി സർക്കാർ ഒരു അഴിമതി ആരോപണം നേരിട്ടു. മോദി സർക്കാരിന് ഞങ്ങൾ തുടരട്ടല്ലേ? അതെ, മോദി സർക്കാർ എന്നല്ല, നരേന്ദ്രമോദിയുമായിട്ട് ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ അഴിമതി ആരോപണം വരുന്നത് പലരും ഓർക്കില്ല. കാര്യം കോൺഗ്രസിനെ കുറിച്ചുള്ള അഴിമതിയോ പിണറായി വിജയനെ കുറിച്ചുള്ള അഴിമതിയോ നമ്മൾ മനോരമയും മാതൃഭൂമിയും നക്ഷത്രയും ലോകം മുഴുവൻ അറിയണം. ഇവിടെ ഈ കോൺഗ്രസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു അഴിമതി ആരോപണമായിരുന്നു. അതായത് ലളിത് മോദി എന്ന് പറഞ്ഞ IPL ഇത്ര വേദനയ്ക്ക് ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പലായനം ചെയ്തു. അപ്പോൾ വന്ന ചോദ്യം, ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന് പെർമനന്റ് റെസിഡൻസി കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ വിസ കിട്ടി? അത് ആരെങ്കിലും ഗവൺമെന്റിന് എൻഡോസ് ചെയ്യാതെ വിസ കൊടുക്കില്ല UK. അത് ആര് കൊടുത്തു എന്നുള്ള വലിയൊരു. അപ്പോൾ ആദ്യം പറയുന്ന പോലെ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും ജവഹർലാൽ നെഹ്റു ആണ് വെച്ചത്. അപ്പൊ ജവഹർലാൽ നെഹ്റു ആയിരിക്കില്ല കൊടുത്ത കാര്യം. ഇയാൾ പോയത് 2014 ശേഷമാണ് പാലനം ചെയ്തത്. അപ്പൊ അങ്ങനെ പ്രശ്നം വന്നപ്പോൾ BJP-ക്കാർ അന്ന് 2014-2015 ആലോചിച്ചോടെ മോദിയുടെ ഏറ്റവും ഔന്നത്യം നിൽക്കുന്ന സമയമാണ്. ആർക്കും പറയാൻ പോലും ബുദ്ധിമുട്ടാണ്. അവര് ഉത്തരം പറയില്ല എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നപ്പോ UK-യിൽ നിന്ന് ആരോ ലീക്ക് ചെയ്തു. എനിക്ക് തീർച്ചയായിട്ടും ലളിത് മോദി ആയിരിക്കും ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ലീക്ക് ചെയ്തു. വസുന്ധര രാജ, അന്ന് അവര് രാജസ്ഥാൻ ചീഫ് മിനിസ്റ്ററാണ് BJP-ക്കാരൻ. വസുന്ധര രാജയുടെ ഒപ്പാണ് ഇതിനകത്ത് നിൽക്കുന്നതെന്ന് ഇത് വന്ന് ലീക്ക് ചെയ്തു. അത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തയൊന്നുമില്ലായിരുന്നു. അന്ന് എല്ലാവർക്കും അറിയാവുന്ന വാർത്തയായിരുന്നു. അപ്പോ ടെലിവിഷനിൽ അന്നഗോസ്വാമി അടക്കം, അന്നഗോസ്വാമിക്ക് പോലും ഈ വാർത്ത ക്യാരി ചെയ്യേണ്ടി വന്നു. മാത്രമല്ല അദ്ദേഹം വളരെ നിശ്ചിതമായിട്ട് അന്ന് BJP വിമർശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഓരോ കുറ്റങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ നിശ്ചിതമായി വിമർശിക്കുകയും എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം രാവിലെ ഒരു 11 മണിക്ക് അനപ്പൂർവം UK-ന്ന് അതിരാവിലെ നമ്മുടെ ഇവിടെ 11 മണി എന്ന് പറഞ്ഞാൽ അവിടെ 5:30 മണിക്ക് അതിരാവിലെ 6 മണിക്ക് ലീക്ക് ചെയ്താണ്. കാര്യം ദിവസം മുഴുവൻ ഈ ന്യൂസ് സൈക്കിൾ ഡോമിനേറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ ആരോ പ്ലാൻ ചെയ്തതാണ്. അപ്പൊ നമ്മുടെ പ്രശ്നം, നമ്മൾ പത്രം പിറ്റേ ദിവസം 7 മണിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് 24 hours ലേറ്റർ, 20 hours ലേറ്റർ. നമ്മൾ പിന്നെ എന്ത് പറയും എന്നുള്ളൊരു ഇതുണ്ട്. 2, അന്നാണ് ഇത്രയും വാചാലനായ ദി ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്ന നരേന്ദ്രമോദി ഭൂമിയിലും സൂര്യന് താഴെയുള്ള സൂര്യന് മുകളിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും അഭിപ്രായം പറയുന്ന നരേന്ദ്രമോദി 19 മണിക്കൂറായിട്ട് ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളൊരു സംഭവം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ സ്റ്റോറി ഒന്ന് വളരെ ഈസിയാണ് നമുക്ക് സ്റ്റോറി ചെയ്യാൻ. വസുന്ധര രാജയുടെ സിഗ്നേച്ചർ ആണ് എന്നത് തലക്കെട്ടോടി സിഗ്നേച്ചർ വാസ് അല്ലെങ്കിൽ വസുന്ധര രാജ എൻഡോഴ്സ്ഡ് ലളിത് മോദി ഡിപ്പാർച്ചർ അല്ലെങ്കിൽ വിസ ആപ്ലിക്കേഷൻ. സാധാരണ ഒരു ന്യൂസ് പേപ്പർ വളരെ ഫെയർ ആയിട്ടുള്ള ബാലൻസ്ഡ്. വസുന്ധര രാജയുടെ റിയാക്ഷൻ ചോദിക്കാം, BJP-യുടെ റിയാക്ഷൻ ചോദിക്കാം. അവർ പറയില്ല റിഫ്യൂസ് ടു കമന്റ്. അന്ന് അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ അതാണോ ജേർണലിസം? അവിടെയാണ് നമുക്ക് ചോദ്യം വന്നത്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ്. അപ്പൊ നമ്മുടെ ഭാഗ്യം കൊണ്ട് നരേന്ദ്രമോദിയുടെ നിർണായക വെച്ചാൽ അതിന് 2 ദിവസം മുമ്പായിരുന്നു ഇന്റർനാഷണൽ യോഗ ഡേ. അപ്പൊ ആദ്യത്തെ മോദി വന്ന ശേഷമുള്ള ആദ്യത്തെ ഇന്റർനാഷണൽ യോഗ അദ്ദേഹം. അപ്പൊ അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് റോഡിലങ്ങ് ആഘോഷിച്ചു. പല ആസനങ്ങളും അദ്ദേഹം ചെയ്യുന്നത് ഓർമ്മ. ഇപ്പൊ അത് അതിന്റെ പുതുമ നഷ്ടപ്പെട്ടു. അക്കാലത്ത് ഒരു പുതുമയായിരുന്നു. റോഡിൽ ഇദ്ദേഹം വിദ്യാർത്ഥികളും ഇദ്ദേഹത്തിന്റെ പാർട്ടി ലീഡേഴ്സുമായിട്ട് രാഷ്ട്രത്തിലാണെന്ന് ആഘോഷിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഏതോ ഒരു ആസനന്റെ പേരറിഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ പിറ്റേ ദിവസം ആ ഫോട്ടോ വെച്ച് ഇതാണ് വേണമെങ്കിൽ കണ്ടു. നരേന്ദ്രമോദി കിടന്ന് ഉറങ്ങണം റോഡിൽ. ഇവിടെ അങ്ങോട്ട് കാണിക്കട്ടെ. യോഗ ഡേ മോദി കിടക്കുന്നത്
Wake up and see the sign. ആ സൈനാണ് സിഗ്നേച്ചർ. സിഗ്നേച്ചർ താഴെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കൊടുത്തു പ്രസിഡന്റ് സിഗ്നേച്ചർ. കാരണം ഇതൊന്നും മിണ്ടുന്നില്ല. നമ്മള് സിനിമ കുട്ടി ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയില്ലേ, ഭരതരസം എടുത്ത് പറയും പോലെ കുട്ടി അത് മോദി ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള. അപ്പൊ ഇത് ഒരു പൊളിറ്റിക്കൽ ഹെഡ്ലൈനായിട്ട് പറയാം. അതിനുശേഷം 2016 ഇന്ത്യയെ മാറ്റിമറിച്ച JNU തല്ലുക, പോലീസ് കയറി പിള്ളേരെ തല്ലുക, കോടതിയിൽ വക്കീലന്മാരും കനയ്യയും മറ്റുള്ളവരും തല്ലിയപ്പോൾ ഫോക്കസ് മുഴുവൻ കനയ്യ, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഉമർ ഖാലിദ്, അനിർബാൻ ഭട്ടാചാര്യ. അപ്പൊ ഇവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇവരെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്നിട്ട് ഇവരുടെ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളും ഞാൻ ബഹുമാനം കൊണ്ട് അതേ ന്യൂസ് എണീറ്റ് വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലെയൊക്കെ പ്രസംഗിക്കണം, ഞാനൊക്കെ എവിടെ എത്തിപ്പോയത്. അല്ലെങ്കിൽ അവര് ഇരിക്കേണ്ട കസേരയിലാണ് ഞാൻ ഇരിക്കുന്ന കുറ്റബോധത്തോടെ ഞാൻ മാറിയത്. കാര്യം എത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേരെ തല്ലി ചതയ്ക്കാന്ന് പറഞ്ഞാൽ ന്യൂസ് റൂമിൽ മുഴുവൻ നമുക്ക് രോഷമായിരുന്നു എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യുന്നത്. അത് അങ്ങനെയാണ് ഒരു മനുഷ്യനെ കോടതിയിൽ ഒരു ചിത്രം ചവിട്ടുക വക്കീലന്മാർ. അവൻ ആന്റി നാഷണലിസ്റ്റ്. ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. 2000 എല്ലാവരും കൂടെ വളഞ്ഞ് നിന്ന് പട്ടിയെ തല്ലിപ്പോലെ ഒരു മനുഷ്യനെ തല്ലുക കോടതിയിൽ. അതായത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇവര് ഈ മനുഷ്യനെ തല്ലുമ്പോ നീ ദേശഭക്തരല്ല, ദേശദ്രോഹിയാണെന്ന് പറയാൻ ചവിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓരോ തവണ ദേശസ്നേഹി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു റൈറ്റ് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ള രീതിയിൽ. അത് പിന്നീട് ഇതൊന്നും നമ്മൾ അറിഞ്ഞു ചെയ്യുന്നതല്ല. പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കി വെസ്റ്റ് ബംഗാളിൽ ഏകദേശം 20 വർഷത്തോളം സ്പീക്കറായിരുന്ന അബ്ദുൽ ഹലീം എന്ന് പറയുന്ന സ്പീക്കറുടെ ഒരു ബന്ധുവാണ് ഈ വ്യക്തി. ഒരു CPM സപ്പോർട്ട്, അതൊരു ലീഗൽ സെൽ നടത്തുന്നത്. അദ്ദേഹം കുട്ടികളെ സഹായിക്കാൻ വേണ്ടി കോടതി പോയത്. അത് നമുക്ക് ബംഗാളിയായിട്ടുണ്ട്. അത് ഇത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്തൊന്നും അറിയില്ല. പിന്നീട് ഇവര് കോണ്ടാക്ട് ഞാനാണ് ഈ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് ഉള്ള കാര്യം. അപ്പം ഈ ശരിക്കും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വേർഡ് പ്ലേ എന്നുള്ള അതുവരെ ഹെഡ്ലൈൻസ് വാക്ചാതുര്യം കാണിക്കുക എന്നുള്ളത് പതുക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പൊളിറ്റിക്കലായിരുന്നു. ഒരു പത്രവും ജേർണലിസ്റ്റും തന്നെ അറിയാതെ ഇങ്ങനെയുള്ള സ്റ്റാൻഡുകൾ പലപ്പോഴും ഒരു 1990-കൾക്ക് ശേഷം 78-90 മുമ്പും സ്വദേശകുമാരി രാമകൃഷ്ണപിള്ളയ്ക്ക് ഇതിനെക്കാട്ടി വളരെ ശക്തമായ രീതിയിൽ തലക്കെട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു തലക്കെട്ട് പിന്നീട് പറയാതെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു തലക്കെട്ടാണ് പിന്നീട് ഞാൻ പറയാം. വേണം ആലോചിക്കട്ടെ എങ്ങനെ പോകുന്നുള്ളത്. സ്വദേശകുമാരി കൊടുത്തത് അത് ഞാൻ ഇപ്പോൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത ഹെഡ്ലൈനാണ്. പക്ഷെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാൻ ചിന്തിച്ചു അങ്ങനെ. അപ്പൊ ഇത് അപ്പൊ അങ്ങനെ പോകുന്ന സ്ഥലത്ത് ഞാനൊന്ന് എക്സിറ്റ് ചെയ്ത് വേറൊരു ഫോൾഡർ ഈ വേർഡ് പ്ലേ അല്ലെങ്കിൽ വാക്ചാതുര്യം എന്ന് പറഞ്ഞാൽ 1960-കൾ കഴിഞ്ഞപ്പോഴേക്കും അതുപോലെ നമ്മൾ എത്രയൊക്കെ ശശി തരൂരിനൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജേർണലിസത്തിലെ ലോകത്തിൽ മുഴുവൻ ഇപ്പോഴും കുറേയൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബ്രിട്ടീഷ് പത്രങ്ങൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ നൂതനമായ ആശയങ്ങളും നമ്മൾ വെറുതെ പറഞ്ഞു. നമ്മുടെ ഇവിടെ പ്രായമായ പത്രക്കാർ മരിക്കുമ്പോൾ എല്ലാ ഇന്ത്യൻ പത്രങ്ങളും എഴുതും. ഇന്ത്യയിലെ പത്രത്തെ മാറ്റിമറിച്ച ഇന്ത്യയിലെ പത്രങ്ങളെ ആരും മാറ്റിമറിച്ചൊന്നുമില്ല. മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുള്ള മിക്കവാറും വെസ്റ്റിൽ തന്നെയാണ്. ഇന്ത്യൻ പ്രിന്റിങ്ങിലോ ഡിസൈനിലോ ലേഔട്ടിലോ ഒരു കാര്യത്തിലും നമ്മൾ പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ വെറുതെ കോപ്പി അടിക്കുക. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയായിട്ട മോശമായിട്ടൊരു പത്രമാണ് ടാബ്ലോയിഡ്. പക്ഷെ ഇവരുടെ പ്രത്യേകത ഈ തലക്കെട്ടുകൾ വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് 60-കൾ ടെലിവിഷന്റെ ആദ്യപ്രശ്നം വന്നപ്പോഴേക്കും വാർത്ത ആളുകൾ പത്രം വായിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ തലക്കെട്ടുകൾ കൂടി വായിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഈ സൺ എന്ന് പറഞ്ഞത് നട്ടക്കിന്റെ പേപ്പറായിരുന്നു. നട്ടക്ക് പിന്നെ വാങ്ങിച്ചു. വളരെ മോശമായിട്ടുള്ള പല അശ്ലീലം എഴുതുക അതിങ്ങനെയുള്ള അതിൽ കൂടി സർക്കുലേഷൻ അതൊക്കെ പേപ്പറാണ്. എന്നാലും ഈ പ്രിൻസ് വില്യം കാതറിൻ അവർ കല്യാണം കഴിച്ചിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ അതുവരെ പത്രങ്ങളൊന്നും ചെയ്യാത്ത, പലപ്പോഴും പരസ്യങ്ങളിൽ പലരും ചെയ്തിട്ടുണ്ട്, പക്ഷെ പത്രങ്ങൾ ചെയ്യാത്ത ഒരു ഭീകരമായ സംഭവം ചെയ്തു. പക്ഷെ അത് വളരെ വലിയ പോപ്പുലറായ സംഭവം. അതായത് ഈ പേര് കണ്ടില്ലേ, സൺ എന്നുള്ളത്. അപ്പോൾ ഇവർക്കൊരു കുഞ്ഞുണ്ടായി, ജോർജ്, പ്രിൻസ് ജോർജ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പ്രിൻസ് വില്യമും ചാൾസിന്റെ മോൻ ഡയനയുടെ മകൻ പ്രിൻസ് വില്യമും കാതറിനും കൂടെ കല്യാണം കഴിച്ച് പ്രിൻസ് ജോർജ് ആദ്യത്തെ കുട്ടി. അതിലേക്ക് 2 കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ. അപ്പോൾ സൺ ഇവർ ചെയ്തത് ബാക്കി പത്രങ്ങളെല്ലാം ഒരുപാട് ജോർജി പോർജി എന്നൊക്കെ പറഞ്ഞ് ഈ ഒരുപാട് ഹെഡ്ലൈൻസ് കേട്ടു. സൺ ചെയ്തില്ല.
അവരുടെ പേര് അവർ SO എന്നാണ്, മകൻ എന്നാണ്, സൺ എന്നാണ്. ഇതെനിക്ക് തോന്നുന്നില്ല വേറെ SU എന്നാണ് പത്രത്തിന്റെ പേര് തന്നെ മാറ്റിക്കൊണ്ട് SU എന്നുള്ള പത്രത്തിന്റെ പേര് അത് SO എന്നതാക്കി. നമ്മൾ പറയും ഇറ്റ്സ് എ ബോയ് എന്ന് പറയുന്നത്, ഇറ്റ്സ് എ ഗേൾ എന്ന് പറയുമ്പോൾ അതിന് വരെ അവർ ദ സൺ എന്ന്. ഇത് വളരെ റാഡിക്കൽ ആയിട്ടുള്ള ഇത്. അപ്പൊ ഇതിനെ കളിയാക്കിക്കൊണ്ട് പ്രൈവറ്റ് ആയി ബ്രിട്ടനിൽ എപ്പോഴും പിറ്റേഴ്സ് പിന്നെ കളിയാക്കിക്കൊണ്ട് പ്രൈവറ്റ് ചെയ്യുന്നുള്ള ഒരു പേപ്പർ വുമൻ ആസ് ബേബി. അതായത് വളരെ വളരെ സട്ടിലായിട്ടുള്ള ഫലിതമാണ്. അതായത് ഒരു ഒരു വനിത ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും, നിങ്ങൾ ഇത്ര തുളിച്ചാടാൻ എന്ത് ഉണ്ട്, അല്ലെ എന്ത് അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു കൗണ്ടർ വുമൻ ഹാസ് ബേബി. അപ്പൊ ഈ സർക്കിൾ ഹ്യൂമർ ഇതെല്ലാം ഈ തലക്കെട്ട്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസിൽ ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് നടക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇന്ത്യൻ ഇംഗ്ലീഷ് മീഡിയയിൽ വളരെ കുറച്ച് ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രത്യേകിച്ച് ഈ സമയം കാര്യം പലപ്പോഴും 1990s മിഡ് 90s ആയപ്പോഴേക്കും രാഷ്ട്രീയം ആർക്കും വായനക്കാർക്ക് ആവശ്യമില്ല. ക്രിക്കറ്റ്, ബോളിവുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് അവരപ്പോൾ വാക്ചൗധരി മറ്റു കാര്യങ്ങൾ അതിലോട്ട് ടെലിഗ്രാഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ലജ്ജയോടെ ഞാനും അവിടെ ഇല്ലായിരുന്നെങ്കിലും ബാംഗ്ലൂർ വേൾഡ് കപ്പ് നടന്ന സമയത്ത് പാകിസ്ഥാൻ 96 ബാംഗ്ലൂർ സെമിഫൈനൽ അന്ന് രാവിലത്തെ ടെലിഗ്രാഫിന്റെ ഹെഡ്ലൈൻ ഇറ്റ്സ് വാർ, ഇത് യുദ്ധമാണ് എന്ന രീതിയിലായിരുന്നു. പാകിസ്ഥാൻ അവിടെ വെങ്കടേഷ് പ്രസാദ് ഇങ്ങനെ ചെയ്തിട്ട് ജാവദിനെ ഔട്ടാക്കിയത് എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ അറിയാതെ ഈ ഇത് ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുമ്പോൾ രണ്ട് ടീമുകളല്ല, രണ്ട് രാജ്യങ്ങളുടെ വർഗീയ ശക്തികൾ തമ്മിൽ കളിക്കുന്നതായിട്ട് ക്രിക്കറ്റ് മാറ്റാനായിട്ട് ഇന്ത്യൻ പത്രങ്ങൾക്ക് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നു, അത് അനശ്വരം തുടരുന്നു എന്നുള്ള എന്ന് മാത്രമല്ല, ഞാൻ ജോയിൻ ചെയ്ത ശേഷം ഞാൻ പഴയ ചില പത്രങ്ങൾ നേരത്തെ പേര് തയ്യാറാക്കി വയ്ക്കും വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പം ഞാനിത് നോക്കിയപ്പോൾ ടെലിഗ്രാഫ് അതൊരിക്കൽ കാര്യം പിന്നീട് അവിടുന്ന് സെമിഫൈനലിന് ഇവർ കൽക്കട്ടയിൽ വന്ന് ശ്രീലങ്കയായിട്ട് ഓർമ്മയില്ലേ, എന്നിട്ട് മാച്ച് അബാൻഡൻ ചെയ്ത് മാച്ച് പ്രശ്നം ഉണ്ടായത്, ക്രൗഡ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അവർ ശ്രീലങ്ക പാകിസ്ഥാനിൽ പോയി കളിക്കുകയില്ലേ, അല്ലെങ്കിൽ ലാഹോറിലായിരുന്നു ഫൈനൽ. പക്ഷേ ഈ പാകിസ്ഥാനെ ബാംഗ്ലൂർ തോപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടി നമ്മൾ എന്തായാലും ഫൈനലിൽ എത്തുന്നുള്ള ആദ്യമേ ന്യൂസ് പേപ്പറിൽ തീരുമാനിക്കുകയും അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത് തീരുമാനിക്കുകയും അവർ ആ പത്രം ഒരിക്കലും പബ്ലിഷ് ചെയ്തില്ല. കാര്യം ഇത് കാരണം മാച്ച് അബാൻഡൻ ചെയ്തു. പക്ഷെ അവരുടെ ഹെഡ്ലൈൻ ഇതായിരുന്നു ഓൺവേർഡ് ടു ലാഹോർ എന്ന് പറഞ്ഞു. 8 കോളത്തിൽ ഓൺവേർഡ് ടു ലാഹോർ. അത് പറയാതെ പറയുന്നത് പണ്ട് ഒരിക്കൽ യുദ്ധം നടന്നപ്പോൾ ഇവിടെ വലിയ പരാതിയില്ലേ, ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് കശ്മീരിനെ ഒരുമിക്കണം, നമ്മൾ ലാഹോർ വരെ മാർച്ച് ചെയ്യാനൊന്നും മനഃപൂർവ്വം പോയില്ല എന്ന് പറയുന്നു. ആ ഒരു പ്രതീതി ഉണ്ടായിക്കൊണ്ടുള്ള എത്രമാത്രം എത്രമാത്രം എന്താ പറയുക അധിക്ഷേപകര രീതിയിലാണ്, എത്രമാത്രം കുത്സിതമായ രീതിയിലാണ് പത്രപ്രവർത്തകർ ആ ഹെഡ്ലൈൻ കൊടുത്ത ആൾ ആലോചിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ വാക്ക് ഒരു പത്രത്തിൽ എഴുതുമ്പോഴും ഓരോ വാക്ക് ഉച്ചരിക്കുമ്പോഴും അതിൻ്റെ വരുംവരായികൾ ആ തലക്കെട്ട് നമ്മൾ അന്ന് സെമിഫൈനൽ ജയിച്ചിട്ട് ലഹോറിൽ പോയിരുന്നെങ്കിൽ ആ തലക്കെട്ട് വന്നിരുന്നെങ്കിൽ ഇത് തീർച്ചയാണ് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രതിനിധിപ്പിക്കുകയാണ്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ കേസ് വരും, നമ്മൾ തോറ്റു, നമ്മൾ ക്രിക്കറ്റ് തോറ്റൊന്നുമല്ല, എന്തോ കാര്യം കൊണ്ട് അത് നടന്നില്ല. കാര്യം ഇന്ത്യക്ക് ഫൈനലിൽ പ്രവേശിക്കാൻ പറ്റില്ല, മാച്ച് അബാൻഡൻ ചെയ്തു. അപ്പം അങ്ങനെ ഒരു ചരിത്രം ഉണ്ട്. ഇക്കാലത്താണ് ജസീക്ക കേസ് ഓർമ്മയില്ല, ഒരു പെൺകുട്ടിയെ വധിച്ചത്. അന്ന് ടൈംസ് ഓഫ് ഇന്ത്യ വളരെ വളരെ ശക്തവും വളരെ മനോഹരമായ ഒരു പേപ്പറായിരുന്നു. ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാറില്ല. കാര്യം 91 സമീർ ജെയിൻ എന്ന് പറഞ്ഞ അവരുടെ അന്നത്തെ തേർഡ് ജനറേഷൻ അദ്ദേഹം ഇതിന്റെ ചെയർമാൻ സ്ഥാനം വൈസ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുകയും പത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ പത്രത്തിന്റെ ജോലി പരസ്യം പബ്ലിഷ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതിനിടയ്ക്ക് സ്ഥലം ഉണ്ടെങ്കിൽ വാർത്ത പബ്ലിഷ് ചെയ്യാം. ഐ ഡോണ്ട് നീഡ് എൻ എഡിറ്റർ ടു റൺ എ പേപ്പർ വളരെ വിഖ്യാതനായി പ്രഖ്യാപിക്കുകയും അത് പ്രൂവ് ചെയ്ത ആളുമാണ് സമീർ. ടൈംസ് ഓഫ് ഇന്ത്യ എഡിറ്ററിന്റെ പേരാർക്കെങ്കിലും പറയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ മീഡിയ ഗ്രൂപ്പാണ്, ഏറ്റവും വലിയ പത്രം, ലോകത്തിലെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് പത്രമാണ് ശരിക്കും പറഞ്ഞ ടൈംസ് ഓഫ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ പേപ്പറാണ്. ആർക്കും അവരുടെ എഡിറ്റർ ആരാണെന്ന് പറയാം. കാര്യം എഡിറ്റർ അവർ ഫേസ്ലെസ് ആയിരിക്കും, ഐഡന്റിറ്റി ഇല്ലാത്ത അത് ആ ഭീകരമായ പ്രവൃത്തി ചെയ്തെങ്കിലും ഇന്ത്യയിൽ വളരെ ഞാൻ പറയുന്നത് നമ്മുടെ സെക്യുലർ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഏറ്റവും വലിയ വ്യക്താവ്, ഏറ്റവും നല്ല ഒരു വ്യക്താവായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ. പക്ഷേ അടുത്ത കാലത്തായിട്ട്
ഈ ടൈംസിന് വന്ന ടെലിവിഷൻ ചാനലൊക്കെ അവരുടേതാണ്. അത് വേറെ ഗ്രൂപ്പിനെ കൂടെ നമ്മൾ പറയാൻ പറ്റും. പക്ഷേ ജെസിക്കയുടെ സംഭവം വന്നപ്പോൾ എല്ലാവരെയും വെറുതെ വിട്ടു, പ്രതികളെ പ്രത്യേകിച്ച് വെടിവെച്ചാണ് വെറുതെ വിട്ടു. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അന്നത്തെ ഞങ്ങളുടെ റൈവൽ പത്രമാണ്, എന്നാലും അവർ ചെയ്യുന്ന നല്ല കാര്യം ഒന്നും പറയാതിരിക്കല്ലോ. നോ വൺ കിൽ ജെസിക്ക എന്ന് പറഞ്ഞൊരു എല്ലാവരും വെറുതെ വിട്ടു. അതെ അതെ, ബാറിൽ കയറി പബ്ലിക് ഈ കുട്ടി അവിടെ ഇത് ചെയ്തത് വൈറസ് ആയിരുന്നു. സിനിമ അതാണ് പറഞ്ഞത്. അപ്പം ഈ ഹെഡ്ലൈൻ്റെ ഇന്ന് നമുക്ക് ചിലപ്പോൾ സിമ്പിളായിട്ട് തോന്നാം, പക്ഷെ ഇത്ര പവർഫുൾ ആയിട്ട് ഹെഡ്ലൈനായിട്ട് സിനിമ ഉണ്ടാക്കിയപ്പോൾ ആ സിനിമയുടെ പേര് ഇതായിരുന്നു. സിനിമയുടെ പേര് ഈ ഹെഡ്ലൈൻ ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ അപ്പോഴേക്കും ഈ 2014 പാട്രിയറ്റ് ജെഎൻയു അറ്റാക്ക് കാണിച്ചു. ഞാൻ തിരിച്ച പ്രസന്റേഷനിൽ പോകും. ഇത് സ്ലൈഡ് സ്ലൈഡ് ഷോ അതിനുശേഷം 2019 ആയപ്പോഴേക്കും അയോധ്യയുടെ വിധി വന്നു. അയോധ്യയുടെ സ്ഥലം ഹിന്ദുക്കൾക്ക് കൊടുത്തുകൊണ്ട് മോസ്ക് കുറച്ച് കിലോമീറ്റർ മാറ്റി അവിടെ വെക്കാമെന്നുള്ള ഈ വിധിയാണ് പിന്നീട് നമ്മൾ ചന്ദ്രനോട് പറഞ്ഞത്. അത് ഡിവൈൻ ഇന്റർവെൻഷൻ അടുത്ത കാലത്ത് വിവാദമായ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇത് 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തപ്പോൾ പിറ്റേ ദിവസത്തെ ഇന്ത്യയിലെ എല്ലാ പ്രമുഖ പത്രങ്ങളും ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ്, തീർച്ചയായിട്ടും മലയാളത്തിലും ഉണ്ടായിരുന്നു. ഞാനന്ന് കൽക്കട്ടയിൽ കേരളത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജിൽ സൈൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് പത്രങ്ങൾ ചെയ്യുന്ന അതാണ്. എഡിറ്റർ പേര് വെച്ചോ അല്ലെങ്കിൽ ഫ്രണ്ട് പേജിൽ എഡിറ്റോറിയൽ. ഫ്രണ്ട് പേജിൽ സാധാരണ ന്യൂസ് മാത്രമേ കൊടുക്കാറുള്ളൂ. ഒരു പത്രത്തിന്റെ വീക്ഷണം എന്താണ് വ്യൂ എന്നുള്ളത് വളരെ വളരെ റയറായിട്ട് പത്രത്തിന്റെ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന അവസാനത്തെ ആയുധം എന്നുള്ളത് അന്ന് അവരെല്ലാം ഫ്രണ്ട് പേജിൽ അവർ ഉപയോഗിച്ച വാക്കുകൾ തലക്കെട്ട് അപലപനീയം, നമ്മുടെ രാജ്യത്തിന്റെ സോൾ നമുക്ക് നഷ്ടപ്പെട്ടു, ഡാർക്കസ്റ്റ് ചാപ്റ്റർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ തലക്കെട്ടോടുകൂടി അവർ എല്ലാ പത്രങ്ങളും മിക്ക പത്രങ്ങളും ഫ്രണ്ട് പേജിൽ എഡിറ്റോറിയൽ. ഇതേ പത്രങ്ങൾ 27 വർഷത്തിന് ശേഷം അന്ന് ഇവർ പറഞ്ഞ ഒരിക്കലും പൊറുക്കാനകത്ത പാതകം എന്നാണ് ഈ പലരും ബസ്മേർച്ച്ഡ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അത് ഇന്ത്യയുടെ സോളിനെ കരിതേച്ച് കളഞ്ഞു എന്ന് പറഞ്ഞവര്, അതായത് ബാബരി തകർത്തപ്പം എന്നിങ്ങനെ പറഞ്ഞവര് ഈ വിധി വന്നപ്പോൾ ഇവരെല്ലാവരും സാധാരണ ന്യൂസ് കൊടുക്കുമ്പോൾ വാർത്ത കൊടുത്തു. അല്ല ഒരൊറ്റ പത്രം പോലും ഫ്രണ്ട് പേജ് എഡിറ്റോറിയൽ എഴുതിയിട്ടില്ല എന്നാണ്. ഹിന്ദു അടക്കം. ഹിന്ദു നമ്മൾ എപ്പോഴും പറയും പുരോഗമന ഇതിൻ്റെ ഏറ്റവും വലിയ വോയിസ് ആണ്. ഇപ്പൊ ഇന്ത്യ എത്രമാത്രം, ഞാൻ ആ ഹിന്ദുവിനെ കുറ്റം പറയുകയല്ല, ഇന്ത്യ എത്രമാത്രം മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു സിമ്പലാണ് നോർമലൈസ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് ടൈംസ് ഓഫ് ഇന്ത്യയാണ്. വളരെ ഈ ക്ലവർ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് രാം മന്ദിർ വിതിൻ സൈറ്റ്. രണ്ട് കാര്യം, വിതിൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ സ്ഥലത്തിനകത്ത് തന്നെ വരും, തത്തഭൂമിക്ക് അകത്ത് തന്നെ വരും. പിന്നെ സൈറ്റ് SIGHT എന്നുള്ള ഇതുണ്ട്, അതായത് നമുക്ക് കാണാൻ കഴിയുന്ന ദൂരത്തിൽ എന്നുള്ള സൈറ്റ് എന്നുള്ള ഒരു പണ്ണുണ്ട്. അതായത് നമ്മുടെ കാണാൻ പറ്റുന്ന അകലത്തിലായി കഴിഞ്ഞു മന്ദിരം എന്നും കൂടെ ഒരു പ്രൊഡിക്ഷൻ കൊടുക്കുക. പിന്നെ ഇത് ഇന്ത്യൻ എക്സ്പ്രസ്, ഇത് എല്ലാത്തിലെയും അഭിപ്രായം പറയുന്ന ജേർണലിസ്റ്റ് ഓഫ് കറേജ് എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസ് വെറും സിമ്പിൾ ഒരു ന്യൂസ് ഏജൻസി പറയുമ്പോൾ ടെമ്പിൾ ഗെറ്റ്സ് സൈറ്റ് മോസ്ക് അറ്റ് ക്ലോക്ക്, വേറൊന്നും പറയാനില്ല. ഇത് നേരത്തെ 11 മണിക്കാണ് ഞാൻ രാവിലെ വേടിക്ക് വരുന്നത്. പിറ്റേ ദിവസം 20-24 മണിക്കൂറിന് ശേഷം ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാതെ ഒരു പത്രം ഫ്രണ്ട് പേജ് ഇറക്കുക. വേറൊരു പത്രം ഹിന്ദുസ്ഥാൻ ടൈംസ്, ടെമ്പിൾ സെറ്റിംഗ് സ്റ്റോൺ, അതായത് സെറ്റിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഇനി മാറ്റാനാകത്തില്ല, ക്ഷേത്രം വന്നിരിക്കും എന്ന് പറയുകയാണ്. അപ്പൊ ഇവരോടെല്ലാം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇവരോട് ഞങ്ങളെന്താ തെറ്റ് ചെയ്തത്, ഇതിനകത്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? നമ്മളിങ്ങനെ ഓരോ വാക്ക് വെച്ച് പറഞ്ഞാൽ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഇതെല്ലാം ശരിയായ ഹെഡ്ലൈനാണ്. അപ്പൊ അന്ന് എൻ്റെ ന്യൂസ് റൂമിൽ വലിയ തർക്കങ്ങളും വിവാദങ്ങൾ, പലരും പറഞ്ഞ് കൂടുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. കാര്യം ഒരു പ്രശ്നം
തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. ഇത് ശരിക്കും തീക്കളിയാണ്. കാര്യം അന്ന് രണ്ട് മതങ്ങൾ തമ്മിൽ ഉള്ള പ്രശ്നമാണ്. പത്രങ്ങൾക്ക് ഒരു ഘടനയുണ്ട്, വളരെയധികം റിസ്ട്രെയിൻഡ് ആയിട്ട് നമ്മൾ എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ പാടില്ല എന്നുള്ള ടു കമ്മ്യൂണിറ്റീസ് ഇൻവോൾവ് ആയിട്ട് വളരെയധികം വളരെ റിസ്ട്രെയിൻഡ് ആയിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഇത് ടെലിവിഷൻ ചാനൽസിനും മറ്റവർക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായാലും വളരെ റിസ്ട്രെയിൻഡ് ആയിട്ടായിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെയാണ് ഈ വേർഡിക്റ്റ് വന്നത്. ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും പല മുസ്ലിം ഓർഗനൈസേഷൻസും ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പ്രൊസീഡിങ്സ് ഇറക്കാണ്. നിസ്സഹായത നമുക്കങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി ക്ലിയർ. രാജ്യത്ത് ഒരു ഇല പോലും പിറ്റേ അനുകൂലം എന്നുള്ളത് കാര്യം അതറിയാൻ ഒരു ന്യൂസ് റൂമിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് മൂഡ് അറിയാൻ കഴിഞ്ഞെങ്കിൽ ജേർണലിസം. അപ്പം അപ്പോഴാണ് നമ്മൾ റിസ്ക് എടുക്കേണ്ടത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫ്ലാഷ് ഓഫ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ന്യൂസ് മാത്രമേ കൊടുക്കൂ. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. രണ്ട് ആരാധനകളെ കുറിച്ച് വർഷങ്ങളോളം നീണ്ടുനിന്ന ഇതിനെ കുറിച്ച് വേർഡിക്റ്റ് വന്നാണ് സുപ്രീം കോർട്ട് രാജ്യത്തിന്റെ പരമോന്നത കോടതി ഇടപെട്ട് നടക്കുന്നത്. അപ്പോൾ ആ ബഹുമാനത്തോടുകൂടി നമ്മൾ ചെയ്യും. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ റിപ്പോർട്ടേഴ്സ് ബാക്കിയുള്ളവരും പല സ്ഥലങ്ങളിലും വിളിച്ചു പറയുന്നു നമുക്കാര്യം മനസ്സിലായി ഈ നമ്മുടെ രാജ്യം ഇത് വളരെ സൈലൻ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു എന്നുള്ള അതൊരു വലിയ തിരിച്ചറിവാണ്. അതല്ലേ ജേർണലിസം. അല്ല മറ്റൊരു കാർബൺ കോപ്പി സ്റ്റെനോഗ്രാഫി അല്ലേ. ഒരു ഓർഡർ അതുപോലെ പിറ്റേ ദിവസം 24 മണിക്കൂർ വീണ്ടും കോപ്പി എടുത്ത് അടിക്കുകയാണെങ്കിൽ അത് സ്റ്റെനോഗ്രാഫി അല്ലേ. അപ്പോൾ പത്രത്തിന്റെ കടമ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലായത് പറയുക എന്നുള്ളത്. സത്യമാണ്, നമുക്ക് വേറെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞപ്പോൾ ഒരുപാട് അവസാനം ഞങ്ങളുടെ കൂട്ടായ ഒരു ഇതായിരുന്നു ഞങ്ങളുടെ അതായത് ഇൻ ദ നെയിം ഓഫ് രാമന്റെ നാമത്തിൽ ആ സൈറ്റ് ഇപ്പൊ ഹിന്ദുസ്ഥാൻ മനഃപൂർവ്വം നമ്മൾ രണ്ടായിട്ട് ബ്രേക്ക് ചെയ്തു. അതായത് നമ്മൾ ഹിന്ദു രാഷ്ട്രമായി എന്ന് പറയാതെ നമ്മൾ പറഞ്ഞു. അപ്പൊ ശരിക്കും ഇതിനകത്തൊരു കോംപ്രമൈസിന്റെ ഒറിജിനൽ ഹെഡ്ലൈൻ ഇൻ ദ നെയിം ഓഫ് റാം ദ ലാൻഡ് ഈസ് നൗ ആയിരുന്നു. അതായത് ദേശം എന്നാണ് പറഞ്ഞത്. ലാൻഡ് ഈസ് നൗ ഹിന്ദുസ്ഥാൻ. മനഃപൂർവ്വം കാണുന്നു. ഹിന്ദുസ്ഥാൻ ഒരു വാക്കാണ് ശരിക്കും, പക്ഷെ മനഃപൂർവ്വം രണ്ട് വാക്കായിട്ട് ബ്രേക്ക് ചെയ്ത് ഹിന്ദു രാഷ്ട്രം എന്ന രീതിയിൽ. അപ്പൊ അത് നമ്മുടെ ലാൻഡ് ഈസ് നൗ ഹിന്ദുസ്ഥാൻ. അപ്പൊ ഞാൻ പറയുന്നതാണ് ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ന്യൂസ് റൂമിന്റെ ഇൻവോൾവ്മെന്റും ഇന്റർവെൻഷൻസും വളരെ എത്ര പിന്നീട് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ എൻ്റെ കൊളീഗ്സ് പലരും പറഞ്ഞു ഇത് നിങ്ങൾ കൊടുക്കരുത്. കാര്യം നിങ്ങൾ എഡിറ്ററായിട്ട് നിങ്ങൾക്ക് ഒരു കടമയുണ്ട്, തീർച്ചയായിട്ടും വാർത്തയും മറ്റു കാര്യങ്ങളും. പക്ഷെ ഒരു പത്രത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള കടമയും കൂടെ എഡിറ്ററെ കടമയാണ്. അപ്പൊ ഈ നിങ്ങൾ ലാൻഡ് എന്ന് പറഞ്ഞാൽ കളി മാറും. ദേശം ഇതിനെന്ന് പറഞ്ഞാൽ പത്രങ്ങൾ കൂട്ടിപ്പോകും ആ അവസ്ഥയിൽ. അപ്പൊ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വളരെ മടിച്ച് ഞങ്ങളുടെ വീണ്ടും സൈറ്റ് എന്ന് പറഞ്ഞ് മാറ്റി. പക്ഷെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ലാൻഡ് തന്നെയായിരുന്നു ശരി എന്നുള്ളത്. പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ വെരി പ്രൗഡ് ഓഫ് മൈ ടീം. കാര്യം അങ്ങനെ പറയാൻ അവർ ധൈര്യം കാണിച്ചെന്നുള്ളത്. നിങ്ങൾ അത് പത്രത്തിലുള്ള അവരുടെ സ്നേഹം ഞാൻ എഡിറ്ററായിട്ട് എന്നെക്കാട്ടി സ്നേഹം ഉള്ള ഒരു ടീം ഉണ്ടാകുന്ന പറഞ്ഞാൽ അതൊന്നും മാനേജ്മെന്റ് ഒരിക്കലും പല മന്ത്രിമാർക്ക് ഒരിക്കലും മനസ്സിലാറില്ല. ഈ കഥകളൊന്നും പുറത്ത് അവർ മാനേജ്മെന്റ് അറിയുപോലും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല നേരത്തെ എങ്ങനെയാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതാണ്. അതിനുശേഷം വീണ്ടും അതിനുശേഷം ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴേക്കും കാണിക്കുക പ്രധാനമന്ത്രി അയോധ്യയിൽ പോവുകയും ഈ കഴിഞ്ഞ ജനുവരി നടന്ന പ്രാണപ്രതിഷ്ഠയല്ല, അതിനു മുമ്പ് 2019 അദ്ദേഹം 2020 അയോധ്യയിൽ പോവുകയും ഇത് ക്ഷേത്രത്തിൽ തറക്കല്ലിട്ടു. പ്രധാനമന്ത്രിയാണ് തറക്കല്ലിട്ടത്. ഇന്ത്യയിലും ലോകത്തിൽ ഒരിക്കലും വരെ സംഭവിച്ചിട്ടില്ല. അതായത് സെക്യുലർ രാജ്യം എന്ന് പറയുന്ന കാര്യത്ത് ചർച്ചും സ്റ്റേറ്റും തമ്മിൽ ഒരു വാൾ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ആ വാള് ഇടിച്ചു കളഞ്ഞിട്ട് ഒരു പ്രധാനമന്ത്രി ഒരു കാർണിയായിട്ട് ഒരു പുരോഹിതനായിട്ട് പ്രവർത്തിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു സീനാണ് നമ്മളന്ന് കണ്ടത്. അപ്പൊ അന്ന് തൊട്ട് ഇത് രാവിലെ ഇതുപോലെ ഉച്ചയ്ക്ക് എങ്ങനെയാണ് ഈ സംഭവം. അദ്ദേഹം തറക്കല്ലിടും, അദ്ദേഹം ഇത് പൂജ ചെയ്യുന്നു, തറക്കല്ലിടുന്നു. അപ്പോൾ ഒരുപാട്
BJP-ക്കാർ പത്ര ഓഫീസ് വിളിച്ചിട്ട് നാളെ നീ മോദിയുടെ പടവിടാതെ പത്രം ഇറങ്ങുന്ന നമുക്ക് കാണണം. കാര്യം ഈ ചിത്രം ഒരിക്കലും ഒരു പത്രത്തിന് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ചെയ്തിട്ടില്ല. കാര്യം മനുഷ്യൻ ആദ്യമായിട്ട് മൂണിൽ പോവുകയാണെങ്കിൽ അത് നമുക്കിപ്പോൾ എത്രയൊക്കെ അമേരിക്ക എതിർപ്പുണ്ടെങ്കിലും നമുക്ക് ആ വാർത്ത ക്യാരി ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ മോദിയുടെ പടവില്ല പേപ്പർ ഇറക്കണമെന്ന് കാണണമല്ലോടാന്ന്. അപ്പോൾ നമുക്ക് തമിങ്ങനെ വാശി വരാൻ പാടില്ല. ചില ബാലിശമായത് നമുക്കുണ്ടാകും. അങ്ങനെ ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്താണ് ഇന്നിവിടെ സംഭവിച്ചത് എന്ന് നിങ്ങൾ ചോദ്യം. കാര്യം ഇതും ഈ വാർത്ത കൊടുത്തിട്ട് കാര്യമല്ല. കാര്യം മോദി തറക്കല്ലിട്ടു എന്ന് കൊടുത്ത് ടെലിവിഷനിൽ ആദ്യം വന്നു. നമ്മൾ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞില്ലേ പത്രത്തിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും 20 മണിക്കൂറിന് ശേഷം നമ്മൾ പോകുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ ന്യൂസ് റൂം ചർച്ച വന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നടന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരിയായ ഒരു ജേർണലിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജനറേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ ഇങ്ങനെ ഇദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നേരെ നോക്കി എഴുതായത് എന്താ പറയുക കൊഞ്ഞനം കാണിച്ചതുപോലെയല്ലേ ചെയ്തല്ലേ എന്ത് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ പെട്ടെന്ന് പണ്ട് കമ്മ്യൂണിസം റഷ്യയിൽ മറ്റേ സ്ഥലത്ത് തകരാൻ തുടങ്ങിയ സമയത്ത് ദ ഗോഡ് ദാറ്റ് ഫെയിൽഡ് അസ് എന്ന് പറഞ്ഞൊരു വളരെ പ്രസിദ്ധമായ പുസ്തകം ആദർ പോസ്റ്റലർ എഡിറ്റ് ചെയ്ത് 6 പേര് എഴുതിയത്. കാര്യം അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസം തകർന്ന് അടിഞ്ഞു എന്ന് മറ്റു കാര്യങ്ങളില്ല. ഒരു കേരളത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വിദേശം നമുക്ക് വിദേശം പോളണ്ടാണെന്ന് ദ ഗോഡ് ദാറ്റ് ഫെയിൽഡ് അസ് നമ്മളെ പരാജയപ്പെടുത്തിയ ദൈവം അല്ലെങ്കിൽ നമ്മളെ ലെറ്റ് ഡൗൺ ചെയ്ത ദൈവം എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ പുസ്തകമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പേജ് ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും കൂടെ തീരുമാനം നമ്മൾ മോദിയുടെ പടം കൊടുത്തു. വളരെ ചെറിയ സ്റ്റാമ്പ് സൈസിൽ അദ്ദേഹം ചെയ്യുന്ന കൊടുത്തിട്ട് മോളിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പടം കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞത് ഇന്ന് ഇവിടെ സംഭവിച്ചത് അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ രക്ഷിച്ചില്ല. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുത്ത ഹെഡ്ലൈൻ ഇതായിരുന്നു. ഇത് കണ്ടെങ്കിലും കുഴപ്പമില്ല. സ്റ്റോറി ഇതല്ല കഥ. അപ്പൊ ഗോഡ് ദാറ്റ് ഫെയിൽഡ് അസ് എന്ന് പറഞ്ഞ ഹെഡ്ലൈൻ കൊടുത്തു. ഞാൻ പേജ് കാണിക്കാം, ഞാൻ ഫോണിൽ കാണിക്കും. പേജ് കൊടുത്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചിത്രം മുകളിൽ കൊടുത്തു. താഴെ ചെറിയ സ്റ്റാമ്പ് സൈസിൽ നരേന്ദ്രമോദി പൂജ ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ സൈഡിൽ ടാഗോർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് രാജാക്കന്മാർ നമ്മുടെ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുന്നതെന്ന് പറഞ്ഞൊരു കവിത, വളരെ മനോഹരമായ കവിത. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഫുൾ ലെങ്ത്തിൽ കൊടുത്തു. അത് ഇന്ന് പറയുകയാണെങ്കിൽ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇന്നാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ വെളിയിൽ പറയാൻ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ചാൻസുണ്ട്. ഇന്നിപ്പോൾ ജയിലിൽ കിടക്കുന്ന ഉമർ ഖാലിദിൻ്റെ ഫ്രണ്ട് ബനജോത്സ്ന എന്ന് പറഞ്ഞ ബംഗാളിലെ കുട്ടി, ആ കുട്ടിയാണ് ഞങ്ങൾക്ക് കവിത അയച്ചത്. ഞാൻ പറഞ്ഞു നമ്മൾ പലപ്പോഴും പറയും ഇന്നത്തെ ജനറേഷൻ അങ്ങനെ അവർക്ക് രാഷ്ട്രീയത്തിലും താല്പര്യമില്ല, നമ്മളാണെന്തോ ഭയങ്കര മറിച്ചതെന്ന്. ആ ന്യൂസ് റൂമിൽ ഞങ്ങളുടെ അവിടെ ഇത്രയും വെറ്ററൻസ് ആയിട്ടുള്ള ഒരു എഡിറ്ററിന് പോലും ഈ കവിത ഓർമ്മ വന്നില്ല ബംഗാളികൾ. ഇത് അയച്ചു തന്നത് ഉമർ ഖാലിദിൻ്റെ ഫ്രണ്ട് ബനജോത്സ്ന എന്ന് പറഞ്ഞ ഒരു 10-30 റിസർച്ച് സ്കോളർ, അവരാണ് അയച്ചത്. അതിൻ്റെ ട്രാൻസ്ലേറ്റ് ടാഗോർ എഴുതിയ കവിതയാണ്. അപ്പോൾ ഇത് വെച്ചാണ് ഞങ്ങളത് കൊടുത്തത്. അപ്പോൾ പേജെല്ലാം സെറ്റായി. പേജ് റിലീസ് ചെയ്യാൻ ഏകദേശം 5-10 മിനിറ്റ് സമയത്ത് ഞങ്ങളുടെ പഞ്ചാബിൽ നിന്ന് ഞങ്ങളുടെ ഡെപ്യൂട്ടി എഡിറ്റർ ഹർഷദ കല്യാൺ എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി ഹർഷദ എൻ്റെ അടുത്ത് ഈ ഹെഡ്ലൈൻ തെറ്റാണ്. അപ്പോൾ ഹർഷദ എന്നെക്കാട്ടി സെക്യുലറും എന്നെക്കാട്ടി നരേന്ദ്രമോദിയെ എവിടെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുന്ന ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞു അതങ്ങനെ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും പഠിച്ചത് നമ്മളല്ലേ, ഈ നരേന്ദ്രമോദി വോട്ട് ചെയ്ത് ചെയ്താരാണ്, നമ്മളല്ലേ ചെയ്തത്. അത് ഭയങ്കര ഒരു ചോദ്യമായിരുന്നു. പക്ഷേ എൻ്റെ പ്രശ്നം അവിടെ അപ്പോഴല്ലേ ആരും ചെയ്ത് രാഷ്ട്രമീമാംസയോ പൊളിറ്റിക്കൽ തിരിയുള്ള പ്രശ്നം. 5 മിനിറ്റിനുള്ളിൽ പേജ് റിലീസ് ചെയ്യാം, ഡെഡ്ലൈൻ ആയി കഴിഞ്ഞു. ആ ഹെഡ്ലൈൻ മാറ്റുകയാണെങ്കിൽ ആ പേജിന് നിലനിൽപ്പില്ല. ഗോഡ് ദാറ്റ് ഫെയിൽഡ് അസ് എന്നുള്ള ആ ഹെഡ്ലൈൻ മാറ്റിക്കഴിഞ്ഞാൽ ആ മൊത്തം പേജ് മാറ്റാൻ മാക്സിമം 3-4 മണിക്കൂർ എടുത്തു. പിന്നെ എഡിഷൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്ററിൻ്റെ ജീവിതത്തിൽ പറ്റാവുന്ന ഏറ്റവും വലിയ പരാജയമാണ്. പിന്നെ ചില പണിയാണില്ല, വേറെ എല്ലാ കാര്യങ്ങളും ഒരു സഹിക്കും. പത്രം ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത്. അപ്പോൾ ഇത് എന്ത് ചെയ്തിങ്ങനെ അന്താളിപ്പോൾ ഞാൻ പറയുന്നത്
നമ്മളൊരു പലപ്പോഴും ആളെല്ലാവരും പുച്ഛിക്കുക ഡെമോക്രസി എങ്ങനെയുള്ള കാര്യം ഇതൊക്കെ അതുപോലെ നല്ലൊരു ലീഡറാണെങ്കിൽ ഡെമോക്രസി പാടില്ല വിഷമിച്ച് നമ്മളൊരു സ്ട്രോങ് ലീഡർ എല്ലായിടത്തുള്ള അസുഖമാണ്. ബംഗാളിലുണ്ട് സ്ട്രോങ് ലീഡർ, കേരളത്തിലുണ്ട് സ്ട്രോങ് ലീഡർ, കേന്ദ്രത്തിലുണ്ട് സ്ട്രോങ് ലീഡർ. സ്ട്രോങ് ലീഡർ വേണം, ഡിസിഷൻസ് ഫാസ്റ്റായിട്ട് എടുക്കണം. പക്ഷേ ഒരു ഞാൻ പറഞ്ഞ ഈ ന്യൂസ് റൂം പോലെ ഇടങ്ങളിൽ ഒട്ടും ഇല്ലാത്ത ഡെമോക്രസി. പക്ഷേ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഏറ്റവും ഡെമോക്രസിയുടെ വാല്യൂ മനസ്സിലാക്കിയത്. കാര്യം ഞാനത് പോസിറ്റീവ് ശ്രദ്ധിച്ചു. എന്നിട്ട് ഈ പറഞ്ഞ ആൾ തന്നെ ഹർഷത് തന്നെ ഒരു വാക്ക് പെട്ടെന്ന് മാറ്റിയിട്ടപ്പോഴേക്കും ശരിയായ ഹെഡ്ലൈൻ വരികയും ഒരൊറ്റ ഞാൻ കാണിക്കാം ഒറ്റ വാക്ക് അവർ അങ്ങോട്ടും റീപ്ലേസ് ചെയ്യുകയും ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞത് അവരുടെ ക്രാഫ്റ്റ്, അവരുടെ സ്കില്ലല്ല, അവരുടെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്നേഹവും രാജ്യത്തോടുള്ള സ്നേഹവും കമ്മിറ്റ്മെൻറ്റും കോൺസ്റ്റിറ്റ്യൂഷനുള്ള എന്നെക്കാട്ടി എനിക്കിങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ വലിയ ഞാൻ ചെറുതിലെ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചിട്ടൊന്നുമില്ല, വായിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കേണ്ട വക്കീലന്മാരാണ്, രാജ്യത്തിൻ്റെ കടമയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളത്. ഞാനത് വായിച്ച് പഠിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാനിപ്പോഴും അത്. പക്ഷേ ഈ കുട്ടിയുടെ ആ ഒരു ഞാൻ ഹെഡ്ലൈൻ കാണിച്ചില്ല, ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല. ആ ഒരു 2-3 പേജ് പാസ് ചെയ്താൽ മതി. ഒരു സ്ക്രീൻ പിന്നീട് അല്ല ഇന്നിപ്പോൾ സ്ക്രീൻ ഉണ്ടെങ്കിൽ എനിക്കിതിനകത്ത് വലിയ കണ്ടില്ല. ഞാൻ അവിടെ ഇവിടെ പതുക്കുന്നതൊക്കെ തന്ത വൈബ് പോലെ ഇങ്ങനെ പോകും. നിങ്ങൾ ഒന്ന് നമ്മൾ പാസ് ചെയ്യുന്നു, ഒരു വാക്ക് മാറ്റിക്കോട്ടെ, ഒന്ന് പാസ് ചെയ്താൽ ആദ്യത്തെ ഹെഡ്ലൈൻ വലത് സൈഡിൽ അല്ല ഇടത് സൈഡിൽ അവസാനം പേജ് പോയത് നമ്മൾ പരാജയപ്പെടുത്ത ദൈവം അവിടുന്ന് പബ്ലിഷ് ചെയ്ത ഈ ഹെഡ്ലൈനാണ്. ഇത് വളരെ എനിക്ക് എന്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രൗഡായിട്ടുള്ള ഹെഡ്ലൈനാണ്. ഞാനല്ല കൊടുത്ത ഹർഷതയാണ്. പക്ഷെ അതിന്റെ ലീഡർ, ആ ന്യൂസ് റൂമിന്റെ ലീഡർ ഞാനാണെന്ന്, ഇത് ഞാൻ അനുവദിച്ചു എന്നും അങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് എനിക്ക് എപ്പോഴും എന്നെ തന്നെ ഞാൻ അത്ര വൃത്തികളോട് എല്ലാവർക്കും തോന്നുന്നുണ്ടാക്കുന്ന ഒരു ഈ മറ്റേ സാധനം ഇല്ല, അത് നെറ്റിൽ അവൈലബിൾ, കാര്യം പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് എന്റെ പത്രം പറയുകയാണെങ്കിൽ എനിക്കെതിരെ മാനഹാനി കേസുണ്ട്, ഈ ഇറങ്ങി ഞാൻ പുറത്തു കൊണ്ടുപോയെന്ന് ചോദിക്കുക. കണ്ടല്ലേ? കണ്ടില്ല? ആ അത് കുഴപ്പമില്ല, ഇനി അത് തന്നെ ചെയ്യാൻ പോയില്ല. ആ ഒരു വാക്കാണ് മാറ്റിയത്, വേറെ ഒന്നും മാറ്റില്ല, ബാക്കിയെല്ലാം അതുപോലെ. അല്ലെങ്കിൽ ആ പേജ് അന്ന് പിറ്റേ ദിവസം പണി നിർത്തി വരേണ്ടത്, നേരത്തെ കുറച്ചുകൂടി നേരത്തെ വരേണ്ടത്. അത് ഒന്ന് പറയുന്നത് ഗോഡ് ദാറ്റ് ഫെയിൽഡ് us, അതിനെ നമ്മൾ മാറ്റി ദ ഗോഡ് ദാറ്റ് വി ഫെയിൽഡ്. അതായത് ആദ്യം നമ്മളെ പരാജയപ്പെടുത്തിയ ദൈവം കോൺസ്റ്റിറ്റ്യൂഷൻ, അതല്ല നമ്മൾ പരാജയപ്പെടുത്തിയ ദൈവം, നമ്മളെയും നമ്മൾ തമ്മിലൊരു ചെറിയ ഒരു ഒറ്റ. അപ്പം ഈ പേനയുടെ ശക്തി എന്ന് പറയുന്ന ശരിക്ക് ശക്തിയാണ്. ഗോഡ് ദാറ്റ് ഫെയിൽഡ് us ഇല്ലല്ലേ? ആദ്യ ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ? ശരി. അല്ലെങ്കിൽ ഗോഡ് ദാറ്റ് ഫെയിൽഡ് ആണെങ്കിൽ നമ്മൾ അവരെയല്ലേ കുറ്റം, കമ്മ്യൂണിസ്റ്റല്ലേ കുറ്റം പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനെ അങ്ങനെ നമ്മളത് തിരിച്ചെടുത്തു. കണ്ടില്ല, അവരെല്ലാം കണ്ടില്ല, കണ്ടില്ലല്ലേ? അല്ല കണ്ടിട്ട് ഫോൺ വന്നിട്ട് അവിടെ കഴിഞ്ഞില്ല. അല്ല അതല്ലേ ഞാൻ ഫോൺ കണ്ടു കഴിഞ്ഞു. താങ്ക് യു. ഇനി ഒരു 10 മിനിറ്റ് എടുത്ത് നിർത്താം. ഇതിന് ശേഷം ഇതെല്ലാം നമ്മുടെ രാജ്യം ഇങ്ങനെ മാറി എന്നുള്ളതിന്റെ ഒരു അളവ് പോലും അതൊന്നും പറയല്ല. ഞാൻ നേരത്തെ അപ്പൊ ഇതിന് ശേഷം ആദ്യം അയോധ്യയുടെ അയോധ്യയുടെ സ്ഥലം ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നു, ഹിന്ദു ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി അവിടെ പോയി തറക്കല്ലിരുന്നു. അതിനുശേഷം
അപ്പോഴേക്കും നമ്മൾ ഞെട്ടലൊക്കെ പോയി നമ്മൾ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ളത്. അപ്പോൾ പറഞ്ഞത് ഈ ലക്നൗ കോടതിയിൽ ഈ ബാബരി മസ്ജിദ് തകർത്ത എല്ലാവരെയും, അദ്വാനി, ഉമാഭാരതി, എല്ലാവരും 33 പേരെയും വെറുതെ വിട്ടുകൊണ്ട് കോടതി വിട്ടു വന്നു. എല്ലാവരും വെറുതെ വിട്ടു. അപ്പോൾ വെറുതെ വിട്ട് വന്നു. അപ്പം ഞാൻ അന്ന് ഉച്ചയ്ക്ക് ന്യൂസ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് ഒരു ജേർണലിസ്റ്റ്, അതായത് കുറച്ചൊരു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇന്ത്യയിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഊതി ഘടിപ്പിക്കുന്നതാണ്. പക്ഷെ അത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ വിധി കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾ ഞെട്ടിയതിൻ്റെ കാര്യം അത് എല്ലാവരും വെറുതെ എല്ലാം കണ്ടതല്ലേ അവിടെ എന്ത് സംഭവിച്ചെന്നുള്ളത്. അതവനോട് സ്ഥലത്തുണ്ടായിരുന്നു. ഉമാഭാരതി ഔറൈൻ ധക്ക ഔറൈൻ ധക്കമാരോ ഒരു തള്ളം കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞ് കേട്ടവരുണ്ട്. അവരൊന്നും അദ്വാനി പിന്നീട് പറഞ്ഞ അദ്ദേഹം പൊട്ടിക്കരയായിരുന്നു ഒരു മുറിക്കകത്ത് എന്നൊക്കെ പറയുന്നു. കാരണം ബാബരി സമയത്ത് അവർക്ക് ആർക്കും പങ്കില്ല. ആകാശത്ത് ഗാന്ധി മരിച്ചു. ഗാന്ധി ദിവംഗതനായില്ല, ഗാന്ധി കൊന്നല്ലോ. അപ്പൊ അതുപോലെ ഇത് ആ ബാബരി പെട്ടെന്ന് പോയി. അങ്ങനെയില്ല, കാര്യം കോടതി വെറുതെ വിടുകയാണ് എല്ലാവരെയും ഓൺ മാസമായിട്ട് അക്വിറ്റൽ. ഏത് കോടതി? ലക്നൗ കോടതി. അപ്പൊ സുപ്രീം കോടതി അതിനു മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം ഹിന്ദുക്കൾ കൊടുത്തെങ്കിലും അവർ ഉപയോഗിച്ച വാക്ക് ഈ ഡിമോളിഷൻ ഇത് എഗ്രഡിയസ് ക്രൈം എന്നുള്ള വാക്കാണ്. വളരെ ശക്തമായ വാക്കുകൾ. അപ്പോൾ എഗ്രഡിയസ് ക്രൈം നടന്നിട്ട് അതിനാരും ശിക്ഷിക്കുന്നില്ല. അത് കഴിഞ്ഞ് അപ്പോൾ ഇദ്ദേഹം എൻ്റെ സുഹൃത്ത് ഫെലോ ജേർണലിസ്റ്റ് ഞെട്ടിയെന്നത്. അപ്പോൾ ഈ ഞെട്ടൽ ഞങ്ങളുടെ അന്ന് വൈകുന്നേരത്തെ ന്യൂസ് മീറ്റിംഗിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇദ്ദേഹം ഞെട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ചിരിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങൾ ചിരിക്കുന്നുണ്ട്. അവരാണ് ഞങ്ങളാരും ഞെട്ടിയില്ല. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം കൊടുത്ത തലക്കെട്ട് ഞങ്ങളൊരു കഴുതയുടെ പടം കൊടുത്തിട്ട് മുകളിൽ എഴുതി, ഇന്നലത്തെ വിധി കേട്ടിട്ട് നിങ്ങൾ ഞെട്ടിയെങ്കിൽ നമ്മൾ ഇതാണ്. അപ്പൊ ഈ സംഭവം ഈ 5 മിനിറ്റ് കൂടെ ഇന്നത്തെ ഞാൻ ഈ സ്ലൈഡ് നല്ല പരിചയമില്ലാത്തതുകൊണ്ട് എൻ്റെ മകനാണ് ഇത് ചെയ്തതെന്ന് അദ്ദേഹം സെലക്ട് ചെയ്തതന്നെ. അതല്ല സോറി, എനിക്കൊന്നും എക്സിറ്റ് ചെയ്തില്ല. ഞാൻ പറയാം, കാണില്ല. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് 2023 ആകുന്നു. 23 ആയപ്പോഴേക്കും മണിപ്പൂർ പ്രശ്നം ഉണ്ടാകുന്നു. 69 ദിവസത്തിന് ശേഷം പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ പറ്റിയത് 69. അപ്പോൾ അദ്ദേഹം പറയണം, എനിക്ക് വിഷമം കൊണ്ട് എൻ്റെ തല കുനിയുന്നു, സങ്കടം കൊണ്ട് എനിക്ക് കരച്ചിൽ വരുന്നു മണിപ്പൂർ നടക്കുന്നത്. 79 ദിവസം അദ്ദേഹത്തിന് ഒരു ഇതിനെക്കുറിച്ച് പറയുന്നത് 79 ശേഷമാണ് ഇവിടെ. അപ്പോഴാണ് ഇവിടെ നേരത്തെ പറഞ്ഞ ആ മുദ്രകളുടെ ആ പേജ്, അത് ഇന്റർനെറ്റ് നോക്കിയാൽ കാണാം. ഇവിടെ കാണുന്നില്ല. ആ മുദ്രകളുടെ ഞങ്ങൾ 79 മുദ്രകൾ, ഓരോ ദിവസം ഓരോ മുദ്ര വെച്ച് മുദ്രക്കണ്ണീരായിട്ട് ഹാഫ് പേജ്. അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് വിവാദം ഉണ്ടായിരുന്നു. ഒരുപാട് നിങ്ങൾ പത്രത്തിൻ്റെ സ്പേസ് വേസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് വ്യക്തമായിട്ട് ഞാൻ അവരോട് തർക്കിക്കാൻ പോകാറില്ല. നമ്മുടെ മാനേജ്മെൻറ്റുമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം എന്തിനാണെങ്കിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു മുമ്പ് വേറെ എന്തെങ്കിലും ക്രോക്കഡൈൽ ടിയേഴ്സ് എന്നുള്ളത് ഓവർ യൂസ്ഡ് ആയിട്ടുള്ള വാക്കാണ് മുതലക്കണ്ണീർ. ആ വാക്ക് കാണിച്ച് ചിലപ്പോൾ നമുക്ക് വാക്കിനപ്പുറമായിട്ട് പോയിട്ട് ഇമേജറി ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം പ്രധാനമന്ത്രി ആദ്യമായിട്ട് അന്ന് ഈ മുതലക്കണ്ണീരിനെ സംഭവം അദ്ദേഹം പാർലമെന്റിന്റെ പുറത്ത് നിന്ന് 5 മിനിറ്റ് പത്രപ്രവർത്തകരായിട്ട് പത്രസമ്മേളനമല്ല, പത്രപ്രവർത്തകരുടെ സംഭാഷണം ചെയ്തതിന്റെ പുറത്തായിരുന്നു ഈ മുതലക്കണ്ണീർ. അതിനുശേഷം അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് പാർലമെന്റിൽ പാർലമെന്റിൽ മണിപ്പൂരിനെ കുറിച്ച് ഡിബേറ്റ്, എന്നിട്ട് പ്രധാനമന്ത്രി അതിന് മറുപടി പറയുകയാണ്. 140 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു പ്രധാനമന്ത്രി. ഈ 140 മിനിറ്റ് ആലോചിച്ചു. ഞാൻ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം കഠിനമാണ് നിങ്ങൾക്ക്. അപ്പം 140 മിനിറ്റ് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ 140 അതിനകത്ത് അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞാൽ 10 മിനിറ്റാണ്. 10 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും? അപ്പം ഒരു പത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നാൾ എന്തൊക്കെ ചെയ്യും നമ്മൾ. അങ്ങനെ ആ ദിവസത്തെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഞങ്ങൾ ലീഡ് സ്റ്റോറി ആയിരുന്നു അത് നമ്മൾ ചെയ്തത്. ഫ്രണ്ട് പേജിൽ വല്ല റിപ്പോർട്ട് മോദിയുടെ പ്രസംഗം മുഴുവൻ നമ്മൾ ബ്ലാ 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 ബ്ലാ, വേറെ വാക്കൊന്നുമില്ല, അതായത് ബക് 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 നമ്മൾ പറയില്ല, അത് മാത്രം എഴുതുകയും ടേൺ പേജിൽ ഒരു പാരഗ്രാഫ് അദ്ദേഹം എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, ഇങ്ങനെ ഒന്നീ മുതല വീഴുന്നു
അല്ലെങ്കിൽ നിന്റെ വായ ഒരു സൂൺ അടപ്പിക്കുന്നത്. അത് ഇത് ഏകദേശം ഓഗസ്റ്റ് 11 ആയിരുന്നു ഈ ബഗ് 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 എന്നുള്ള വന്നത്. അതിനുശേഷം സെപ്റ്റംബർ 30 ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ആ ആഴ്ച. എന്നെ അവരോട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പത്രം ഇങ്ങനെ വായനക്കാർ ഇത് ശരിയാണ് കേട്ടോ, അവർ ഉണ്ടാക്കി പറഞ്ഞതല്ല. അപ്പം വീണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു എനിക്കത് തെളിവില്ല. നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ഒരു പത്രം ഉണ്ടെന്ന് പോലും അറിയാമെന്ന് അതെനിക്ക് തോന്നില്ല അത്രയും പത്രം വായിക്കുന്നത് അറിയില്ല. പക്ഷേ മാനേജ്മെൻ്റ് എടുത്ത് പറഞ്ഞാൽ നമ്മുടെ വായനക്കാർ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒട്ടും ഇഷ്ടമല്ല, ചെയ്യുന്നത് ശരിയല്ല. ടെലിഗ്രാഫ് ഒരു ലവ് പേപ്പറായിരുന്നു, ശരിയായിരുന്നു. സ്റ്റേറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ വളരെ സോളിഡ് ആയിട്ടുള്ള വളരെ നല്ലൊരു പത്രം ആയിരുന്നു, കൽക്കട്ടയുടെ പത്രമായിട്ട് അറിയപ്പെടുന്നത്. ആ സ്റ്റേറ്റ്സ്മാനെ ഓവർടേക്ക് ചെയ്ത് ടെലിഗ്രാഫിന് പത്രം സ്ഥാനം ഉറപ്പിച്ചത് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പത്രം, ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച്. അപ്പം അന്ന് അവിടെ ഒരു സെയിങ് ഉണ്ടായിരുന്നു, ഒരു കൽക്കട്ടൻ മരിക്കുമ്പോൾ സ്റ്റേറ്റ്സ്മാൻ ഒരു റീഡർ നഷ്ടപ്പെടുകയും ഒരു കൽക്കട്ടൻ ജനിക്കുമ്പോൾ ടെലിഗ്രാഫിന് ഒരു റീഡർ ഗെയിൻ ചെയ്യുകയും ചെയ്യുന്നുള്ള കാര്യം. അങ്ങനത്തെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പത്രത്തിന് നീ എല്ലാവരും വെറുക്കപ്പെടുന്ന ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആൾ വെറുക്കപ്പെടുന്ന ഒരു പത്രമാക്കി മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് വളരെ അഭിമാനമുള്ള കാര്യമാണ് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ. അത് അന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ എന്നെ കിക്ക്ഡ് അപ്സ്റ്റേഴ്സ് എഡിറ്ററൽ ചാർജ് ആക്കുകയും പിന്നെ ഒരു വർഷം കഴിഞ്ഞ് അവരെന്നോട് വിളിച്ച് പറഞ്ഞു അപ്പോൾ എൻ്റെ ചുമതല ഒരു കോളം മാസത്തിലൊരു കോളം എഴുതണം. ഇതിൻ്റെ ഏറ്റവും ആഹ്ലാദകരമായ ഒരു വർഷമായിരുന്നു. കാര്യം പണിയൊന്നുമില്ല ഇവിടെ. അങ്ങനെയാണ് ഇവിടെയൊക്കെ തിരുവനന്തപുരം കേരളത്തിലേക്ക് ഇറങ്ങിയെടുക്കുക. എന്നാൽ മുഴുവൻ ശമ്പളം കിട്ടുന്നുണ്ട്, മാസത്തിൽ ഒരു ഇത് എഴുതിയാൽ മതി. അപ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ലെന്ന് എനിക്ക് അറിയാം. എന്നാലും നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ 30 വർഷം കാട്ടിൽ 32 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പോൾ അതിനുശേഷം ഒരു വർഷം ഫ്രീ ആയിട്ട് ജീവിക്കാന്നുള്ളത്. അത് കഴിഞ്ഞപ്പോൾ എനിക്കും കുറച്ച് ഉടുപ്പോളം തുടങ്ങി. അവരും എന്നെ വിളിച്ച് പറഞ്ഞു നമ്മുടെ സാമ്പത്തിക സ്ഥിതി നല്ലതല്ല, നിങ്ങളായിട്ട് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശമ്പളം കൊണ്ട് ഞങ്ങൾക്ക് 4-5 പേരെ ഇവിടെ നിയമിക്കാം, ബാക്കിയുള്ളവർക്കും ജോലി എളുപ്പമാകും. അപ്പം അങ്ങനെ എനിക്ക് ഉപകാരം ചെയ്യാൻ പറ്റണമെങ്കിൽ അങ്ങനെയാണ് ഞാൻ ജോലി രാജിവെച്ചത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ തീരുമാനിക്കും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് നിന്ന് തരണം, 5 മിനിറ്റ്. ഞാനിതെല്ലാം പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെഡ്ലൈൻ ഏതാണെന്ന് ചിലപ്പോൾ എൻ്റെ ആളുകൾ ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ന്യൂസ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ 9/11 അറ്റാക്ക് തന്നെയായിരുന്നു. അതിൽ കൂടുതലായിട്ടൊരു സംഭവം ലോകത്തെ മാറ്റിമറിച്ച്. അന്ന് ഞാൻ ആ സമയത്ത് നടക്കുന്ന നമ്മുടെ സമയം ഏകദേശം 8 മണിക്കോ 8:10 കണ്ട ഞാൻ ന്യൂസ് റൂമിലുണ്ട്. ഓരോ ദിവസത്തെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ഞെട്ടി നിൽക്കുകയാണ്. കാര്യം ഏറ്റവും സിമ്പിളായിട്ട് ആ വേറെ ഹെഡ്ലൈൻ ഇല്ല. കാര്യം അമേരിക്ക അറ്റാക്ക് എന്നുള്ള ഹെഡ്ലൈൻ തന്നെ. കാര്യം ഈ കടുവയെ പിടിക്കുന്ന കിടുവായിട്ട് വന്നില്ല, എല്ലാവരും അറ്റാക്ക് ചെയ്യുന്ന അമേരിക്കയാണ്. അപ്പോൾ ആ അമേരിക്ക അകത്ത് കയറി ഒരുത്തം അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് പിന്നെ ഹെഡ്ലൈൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പം പിറ്റേ ദിവസത്തെ പത്രങ്ങൾ, ലോകത്തിലെ പത്രങ്ങളിലും മറ്റു പത്രങ്ങളിലും, അപ്പം ഞങ്ങളുടെ പത്രവും ഇത് അമേരിക്ക അറ്റാക്ക് തന്നെ കേട്ടു. അപ്പം ഞാൻ പിന്നീട് കൂടെ ആ ദിവസത്തെ കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു ദിവസമാണ്. ആ ദിവസമല്ല, അതോ എത്ര മാസങ്ങളാണ് നമ്മൾ പല ദിവസവും മാസങ്ങളൊന്നും അഫ്ഗാനിസ്ഥാൻ സ്ട്രൈക്ക് ബാക്ക് അറ്റാക്ക് തുടങ്ങുന്നവരെ നമുക്ക് നമ്മുടെ ജീവിതം, എല്ലാ പത്രക്കാരുടെയും ജീവിതം നമ്മൾ അവിടെ നിന്ന് പോയി ചേർക്കുന്നല്ലേ പറയുന്നത്, നമുക്ക് സമാധാനമല്ല. കാര്യം എന്തും എപ്പോഴും ലോകത്ത് എവിടെയും സംഭവിക്കുക എന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ കണ്ട ഒരു കനേഡിയൻ ന്യൂസ് പേപ്പർ, അവരുടെ ഹെഡ്ലൈൻ അതാണ് എനിക്കിപ്പോഴും എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല ലോകത്തിലെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്ന മാൻ ഓൺ മൂൺ അത് തന്നെയാണ്. മനുഷ്യൻ ചന്ദ്രനിൽ പോയത്. പക്ഷെ അത് ഞാൻ ജനിച്ചിട്ടില്ല. ഞാനതോ എനിക്കൊരു ദിവസം കണ്ടുള്ളത് പ്രശ്നമായി, അതെനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിനുശേഷം ഞാൻ അനുഭവിച്ച ന്യൂസ് ഇവൻറ്റിൽ അമേരിക്ക, അത് കനേഡിയനിലെ ഗ്ലോബൽ മെയിൽ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ, ആ പേപ്പർ കൊണ്ട് ഞാൻ കാണിച്ചു നിർത്താം. അത് എന്തുകൊണ്ടാണ് അത് എനിക്ക് ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ട ഹെഡ്ലൈൻ ഞാൻ പറയുകയും ചെയ്യാം. അതെടുത്ത് തന്നെ ഒരു മിനിറ്റ്. ഇതായിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ. ഞാൻ നേരത്തെ പറഞ്ഞു US അറ്റാക്ക്. അതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യം സാധാരണ കാര്യം ഇത്ര ഷോക്കിംഗ് ആയിട്ടുള്ളത് വേറെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. US അറ്റാക്ക് എന്നൊരു ഹെഡ്ലൈൻ ഉണ്ടായിരുന്നു. പിന്നെ ന്യൂയോർക്ക് ടൈംസിന്റെ ഡെയിലി ന്യൂസ്, ഡെയിലി സ്കോർ, ഞാൻ നേരത്തെ പറഞ്ഞു അന്ന് കളിയുടെ കാര്യം ഇവിടെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെഡ്ലൈൻ ഇതായിരുന്നു, അത് ഡേ ഓഫ് ഇൻഫമി. ഡേ ഓഫ് ഇൻഫമി ഞാൻ കുറച്ച് വിശദീകരിക്കും. കാര്യം നമ്മളെ ലോകത്തെ പിടിച്ചു കുലുക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പം അന്നൊരു പത്രം ചരിത്രത്തെ കുറിച്ച് സംസാരിക്കണം, പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കണം, പ്രസന്റിനെ കുറിച്ച് സംസാരിക്കണം, ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കടമ. വളരെ ബുദ്ധിമുട്ട്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം, വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഒരു സംഭവം അൺഫോൾഡിങ് സിറ്റുവേഷൻ
ലോകത്ത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയും, എങ്ങനെ പാസ്റ്റിനെ കുറിച്ച് പറയും, എങ്ങനെ പ്രസന്റിനെ കുറിച്ച് പിന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നത് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള. അപ്പോൾ ഈ ഗ്ലോബൽ മീൽ എന്ന് പറഞ്ഞാൽ ഇൻഫമി. ഇത് പറയാൻ കാര്യം, ഇന്ത്യയിൽ നമുക്ക് പലപ്പോഴും ഇതൊരു സാധാരണ ഹെഡ്ലൈനായിട്ട് പോയാലും അമേരിക്കക്കാർക്ക് ഞാൻ പാസ് ചെയ്യാൻ വേണ്ടി ഇത് ഡേ ഓഫ് ഇൻഫമി എന്നുള്ളത് ഞാൻ പാസ് ചെയ്യാൻ വേണ്ടി അടുത്തൊരു സാധനം കാണിച്ചത് അത് പാസ് ചെയ്തതാണ്. അപ്പോ അല്ല കനേഡിയൻ ന്യൂസ്. പക്ഷെ ഈ വാക്ക് ഇൻഫമി എന്ന് പറഞ്ഞ വാക്ക് അമേരിക്കക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വാക്കാണ്. അതായത് എന്താണ്, പേൾ ഹാർബർ ജപ്പാൻ അറ്റാക്ക് ചെയ്തപ്പോൾ റൂസ്വെൽറ്റ് തിരിച്ചടിക്കാനായിട്ട് ഫ്ലൈങ് ഫോട്ടോസ് ഓഫ് അമേരിക്ക എന്നൊരു സ്പീച്ച് റൂസ്വെൽറ്റ് പറഞ്ഞ എ ഡേ ഇൻ ഇൻഫമി എന്നാണ് ആ ദിവസത്തിന് അദ്ദേഹം വിശദീകരിച്ചത്. അതിന്റെ പ്രത്യേകത ഇത് വേണമെങ്കിൽ പാസ് ചെയ്തു. ഇത് ന്യൂസ്, അതായത് ഒറിജിനൽ വാക്ക് ലിവ് ഇൻ ഹിസ്റ്ററി എന്നായിരുന്നു. പക്ഷേ റൂസ്വെൽറ്റ് സ്വന്തം കൈപ്പട കൊണ്ട് ലിവ് ഇൻ ഹിസ്റ്ററിയെ മാറ്റിയിട്ട് ഡേ ഇൻഫമി എന്നാക്കി ആ വാക്ക്. അദ്ദേഹം അത്ര ശക്തമായി അദ്ദേഹം ഫീൽ ചെയ്ത് അദ്ദേഹം സ്വന്തം കൈപ്പട എഴുതിയ ഇതാണ് ഇൻഫമി. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാക്ക് ഉപയോഗിച്ചവിടെ ഗ്ലോബൽ മെയിലിന് പത്രം പറഞ്ഞത് ഇതൊരു സാധാരണ അറ്റാക്ക് അല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പേൾ ഹാർബറിന്റെ ഇക്വലന്റ് പാസ്റ്റ് വന്നു എന്നോട് പ്രസന്റ് ഇതിനകത്ത് എല്ലാ പത്രങ്ങളും ഫ്യൂച്ചർ ഏറ്റവും ഭയാനകമായ സംഭവം എന്താണ് പേൾ ഹാർബർ കഴിഞ്ഞ് സംഭവിച്ചത്. അമേരിക്ക ജോയിൻ ദ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന്റെ ഗതി മാറ്റി അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ ആക്രമിക്കാണ് ഇതിനനുശേഷം. അതുപോലെ പിന്നെ സംഭവിച്ചത് അന്ന് സംഭവിച്ചത് ആ ഇത് 9/11 സംഭവിച്ച സമയത്ത് ബുഷ് ഒളിച്ചിരിക്കുകയായിരുന്നു ബങ്കറിനകത്ത് ബുഷ് ഒളിയിൽ പോയ സമയത്ത് നമുക്ക് സങ്കല്പിക്കാം ഒരു രാജ്യത്തിനും പറയാൻ പറ്റും എന്ത് സംഭവിക്കുന്നു. വളരെ വ്യക്തമായിട്ട് ഈ പത്രം പറഞ്ഞു, ഈ ഇൻഫോം ചെയ്ത വാക്കിലൂടെ അവർ പറഞ്ഞു അമേരിക്കയിൽ തിരിച്ചടിക്കാൻ പറ്റില്ല, അവർ തിരിച്ചടിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ സംഭവിക്കുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ. ഇത് അപ്പം ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു കണ്ടാൽ സാധാരണ ഒരു ഹെഡ്ലൈൻ തോന്നുമെങ്കിലും പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇത് എഴുതുക. അപ്പൊ ഈ ഹെഡ്ലൈൻ എന്നെ ഇത്രമാത്രം പറഞ്ഞു. ഞാൻ ഡെയിലി അവിടുത്തെ എഡിറ്റർക്ക് റിച്ചാർഡ് ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ എഡിറ്റർ അദ്ദേഹത്തോട് എഴുതി ചോദിച്ചത് ആരാണ് ഇത് ചെയ്തത്. അപ്പൊ ആ എഡിറ്ററുടെ മാത്രം നമ്മുടെ സാധാരണഗതിയിൽ ഇപ്പൊ എൻ്റെ അടുത്ത് ആരെങ്കിലും നല്ല ഹെഡ്ലൈൻ ആര് കൊടുത്തെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പതുക്കെ ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കും ഞാനാണ് ചെയ്തത്. നമുക്ക് സാധാരണ മനുഷ്യർക്കുള്ള ഒരു ഇതാണ് ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളത്. പക്ഷേ ഈ മഹാനായ എഡിറ്റർ അത് ഞാൻ വായിക്കാം. അതെനിക്ക് മറുപടി തന്ന ഇതാണ്. The name of the person who wrote that headline was John Quinlan, night editor of the Globe and Mail at the time and one of my most esteemed colleagues. We both have a great love of headlines, he and I, and we would often labor over them together late in the evening. But on that occasion, the headline was his alone. I think the echoes of Pearl Harbor were absolutely intended as full credit അദ്ദേഹം ഈ ജോൺ കിൽവാൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ നൈറ്റ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ രാത്രി പേജ് ക്ലിയർ ചെയ്യണ ആൾ, സംഗീത ക്ലിയർ ചെയ്യുന്ന ആള് അത് കൊടുക്കുകയാണ്. അപ്പം വളരെ മനോഹരം എന്ന് പറയാൻ പറ്റില്ല, ഭീകരമായ ഒരു സ്ഥിതി. അതിനെക്കുറിച്ച് വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഹെഡ്ലൈൻ അത് കൊടുത്ത എഡിറ്ററിന്റെ പത്രത്തിന്റെ എഡിറ്റർ ആ ഫുൾ ക്രെഡിറ്റ് അദ്ദേഹത്തിന് ജൂനിയറായിട്ടൊരു മനുഷ്യന് കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹെഡ്ലൈൻ കഥകൾ. താങ്ക് യു വെരി മച്ച്.